Hey everyone. So നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ നോക്കാൻ പോണെന്ന് വെച്ചാൽ നമ്മൾ ബേസിക്സിന്റെ സെക്കൻഡ് പാർട്ടാണ്. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബേസിക്സ് ആയിട്ട് നമ്മൾ നോക്കിയത് വേരിയബിൾസും ഡേറ്റ ടൈപ്സും ആണ്. സോ അത് അല്ലാതെ കുറച്ചുകൂടി ഉണ്ട്, ഓപ്പറേറ്റേഴ്സ്, സ്റ്റോറേജ് ക്ലാസ്സസ്, അതേപോലെ കുറച്ച് എറേഴ്സ്, കോമൺ എറേഴ്സ്, സി പ്രോഗ്രാമിൽ വരാൻ പറ്റാവുന്ന എറേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, കുറച്ചുകൂടി ബേസിക്സ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കണം. സോ വിൽ ഗോ ഫോർ ഇറ്റ്. സ്റ്റാർട്ടിങ്ങിൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ഓപ്പറേറ്റേഴ്സ് എന്താന്ന് വെച്ചാൽ ഒരു സിമ്പിൾ, ആ സിമ്പിൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അത് എന്ത് ഓപ്പറേഷൻ ആണെന്നുള്ളത് കമ്പൈലറിന് പറഞ്ഞു കൊടുക്കും. അതാണ് ഈ ഓപ്പറേറ്റേഴ്സിന്റെ മെയിൻ വർക്ക്. സോ ഓപ്പറേറ്റേഴ്സിൽ നിറയെ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം, പ്ലസ്, മൈനസ്, ഇൻടു, ഡിവൈഡ്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇത് നാലെണ്ണമാണ് നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുക. ഇത് മോഡുലസ് ഓപ്പറേറ്റർ എന്താന്ന് വെച്ചാൽ റിമൈൻഡർ കണ്ടുപിടിക്കാൻ, ഒരു നമ്പറിനെ ഇന്നൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൽ കിട്ടുന്ന റിമൈൻഡർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മോഡുലസ് ഓപ്പറേറ്റർ. പ്ലസ് ആൻഡ് മൈനസ്, ഇൻക്രിമെന്റ് ഓപ്പറേറ്ററും ഡിക്രിമെന്റ് ഓപ്പറേറ്ററും. അതിലെ രണ്ട് ടൈപ്സ് ഉണ്ട്, പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും. ഡിക്രിമെന്റിൽ പ്രീ ഡിക്രിമെന്റും പോസ്റ്റ് ഡിക്രിമെന്റും ഉണ്ട്. സോ ഇതൊക്കെയാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇത് എങ്ങനെ വർക്ക് ആവണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ രണ്ട് നമ്പേഴ്സ് ഡിക്ലെയർ ചെയ്യുന്നു, അതിനെ ഇനിഷ്യലൈസ് ചെയ്യണം. ഇൻറ്റ് num1 ഈക്വൽ ടു 30, num2 ഈക്വൽ ടു 10. ഓക്കെ, ഇപ്പോൾ നമ്മൾ 5 ഓപ്പറേഷൻസ് ചെയ്യാൻ പോണ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ്. സോ ഇൻറ്റ് ആഡ് ഈക്വൽ ടു num1 പ്ലസ് num2, ഇൻറ്റ് subtract equal to, ഇവിടെ ഇതാണ് ആക്ച്വലി ദി ഓപ്പറേറ്റർ, അതായത് പെർഫോമിംഗ് ദി അഡീഷൻ ഓപ്പറേഷൻ, അതാണ് ഓപ്പറേറ്റർ. സോ num1നെയും num2നെയും ആഡ് ചെയ്യണം. ഇവിടെ num1 മൈനസ് num2 into multiplication equal to num1 into asterisk num2 into division equal to num1 divided by num2 and modulus എന്താ ചെയ്യാന്ന് വെച്ചാ num1 mod num2. ഇത് എന്താ ചെയ്യാന്ന് വെച്ചാ num1നെ num2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡറിനെ ഈ മോഡ് എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. സോ ഇത് നമ്മൾ എന്താന്ന് വെച്ചാൽ പ്രിന്റ് ചെയ്ത് നോക്കാം. printf %d comma add, subtract, multiplication, division and modulus. So save and then compile. Yes, so നമുക്ക് ഫസ്റ്റ് അഡീഷൻ ചെയ്തു, നമ്മൾ 30 പ്ലസ് 10 40, പിന്നെ സബ്ട്രാക്ട് ചെയ്തു 30 മൈനസ് 10 20, പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു 30 ഇൻറ്റു 10 300, ആൻഡ് ദെൻ നമ്മൾ ഡിവൈഡ് ചെയ്തു 30 ഡിവൈഡഡ് ബൈ 10 3. മോഡുലസ് നോക്കിയാൽ എന്താ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 30 ഡിവൈഡഡ് ബൈ 10 3, റിമൈൻഡർ 0, അതുകൊണ്ട് 0യിൽ സ്റ്റോർ ചെയ്തു. ഇപ്പം ഞാൻ 30യുടെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ 10 കൊടുക്കാതെ 14 കൊടുത്തു എന്ന് വെച്ചാൽ എന്താവും നോക്കാം. സോ യെസ്, 30 ഡിവൈഡഡ് ബൈ 14 2s are 28 ആണ്. സോ 30 വരില്ല. സോ റിമൈൻഡർ വന്ന് 2 ആണ്. അതുകൊണ്ട് 30നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 2 വരും. അപ്പോൾ ആ 2 വന്നിട്ട് ഈ മോഡ് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് 2 എന്ന്. സോ ഇതൊക്കെയാണ് ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. പിന്നെ നമുക്കുള്ളത് ഇൻക്രിമെന്റും ഡിക്രിമെന്റും ഓപ്പറേറ്റേഴ്സ് ആണ്. അതിപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ int x equal to 10, int y equal to 10, int z, 3 വേരിയബിൾസ് ഉണ്ട്. x equal to 10, y equal to 10. z ഞാൻ ഒന്നും ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ z എന്ത് സ്റ്റോർ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇൻക്രിമെന്റഡ് വാല്യൂ ഓഫ് x. സോ
ഒരു എക്സിനെ ആദ്യം ഇൻക്രിമെന്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് പ്രീ ഇൻക്രിമെന്റും, സ്റ്റോർ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഓഫ് എക്സിക്യൂഷൻ തൊട്ട് അതിനെ ഇൻക്രിമെന്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് പോസ്റ്റ് ഇൻക്രിമെന്റും. സോ ഇവിടെ നമ്മൾ പ്രീ ഇൻക്രിമെന്റ് ചെയ്യണം, അതായത് ഇൻക്രിമെന്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യണം. എക്സിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു, എക്സ് 10 ആണ്, ഇൻക്രിമെന്റ് ചെയ്തപ്പോൾ അത് 11 ആയി, 11 നമ്മൾ ഇസഡിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സോ പ്രീ ഇൻക്രിമെന്റ് വാല്യൂ ഓഫ് എക്സ്. സോ ഇവിടെ എന്താന്ന് വരാന്ന് വെച്ചാൽ 11 is stored in Z. ഇപ്പോ printf pre-incremented value of x is %d and x incremented to %d, z, x. യെസ്, ഇപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ എക്സിന്റെ വാല്യൂ 10, എക്സിനെ പ്രീ ഇൻക്രിമെന്റ് ചെയ്തു, അതായത് ഇൻക്രിമെന്റ് ചെയ്തിട്ട് പിന്നെ സ്റ്റോർ ചെയ്യണു. സോ ഇൻക്രിമെന്റ് ചെയ്താൽ 11 ആയി, പിന്നെ സ്റ്റോർ ചെയ്യുമ്പോൾ ഇസഡിൽ വന്നിട്ട് 11 ആയിരിക്കും ഉണ്ടാവുക. സോ പ്രീ ഇൻക്രിമെന്റ് വാല്യൂ ഓഫ് എക്സ് ഇസ് %d, അതായത് ഇസഡിലാണ് നമ്മൾ പ്രീ ഇൻക്രിമെന്റ് ചെയ്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇസഡിലുള്ള വാല്യൂ 11 ആണ്. ആൻഡ് എക്സ് ഇസ് ഇൻക്രിമെന്റഡ് ടു, എക്സ് എന്ന് വെച്ചാൽ പ്രീ ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പൊ എക്സിലും അത് ഇൻക്രിമെന്റഡ് വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും പ്രീ ഡിക്രിമെന്റും പോസ്റ്റ് ഡിക്രിമെന്റും വന്നിട്ട് എപ്പോഴുമേ ദാറ്റ് പർട്ടിക്കുലർ വേരിയബിളിനെ അഫക്ട് ചെയ്യും, അതിൽ മാറാതെ ഇരിക്കില്ല. ഇപ്പോൾ എക്സിനെ ഇൻക്രിമെന്റ് ചെയ്തു എന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യണ വേരിയബിളിലും അത് അഫക്ട് ആകും, ദാറ്റ് പർട്ടിക്കുലർ വേരിയബിളിലും അത് അഫക്ട് ആകും. z ഈക്വൽ ടു y പ്ലസ് പ്ലസ്, അതായത് പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. വൈനെ ഇസഡിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ വൈൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യാൻ പോകുന്നു. സോ ഇപ്പോൾ ഇസഡിൽ എന്ത് സ്റ്റോർ ആയിട്ടുണ്ടാകും എന്ന് വെച്ചാൽ 10 ആയിരിക്കും സ്റ്റോർ ആയിട്ടുണ്ടാവുക, കാരണം നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് പിന്നെയാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. സോ ഇസഡിനെ വൈയിൽ സ്റ്റോർ ചെയ്തു, പിന്നെ വൈൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കാം, printf same thing. Post incremented value of y is %d of and y is incremented to %d. Yes. Okay. സോ ഇപ്പോൾ ഇവിടെ എന്താ നടന്നിരിക്കണമെന്ന് വെച്ചാൽ ഇസഡിൽ വന്നിട്ട് ഞാനിപ്പോൾ സ്റ്റോർ ചെയ്യാൻ പോണത് വൈ വാല്യൂ, അത് സ്റ്റോർ ചെയ്ത പിന്നെ വൈ വാല്യൂനെ ഞാൻ ഇൻക്രിമെന്റ് ചെയ്തു. സോ ആഫ്റ്റർ സ്റ്റോറേജ് ഐ എം ഇൻക്രിമെന്റിങ്, സോ ഇറ്റ് ഇസ് പോസ്റ്റ് ഇൻക്രിമെന്റേഷൻ. അപ്പോൾ അങ്ങനെ ചെയ്ത പിന്നെ പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, പോസ്റ്റ് ഇൻക്രിമെന്റഡ് വാല്യൂ ഓഫ് വൈ ഇസ് %d and y is incremented to %d. അപ്പോൾ ഇസഡിൽ സ്റ്റോർ ചെയ്ത വാല്യൂ വന്നിട്ട് 10, പക്ഷെ y ഇൻക്രിമെന്റ് ആയി, ദാറ്റ് പർട്ടിക്കുലർ വേരിയബിളും അഫക്റ്റഡ് ആയി, കാരണം ഇൻക്രിമെന്റേഷൻ എന്തായാലും നടന്നിട്ടുണ്ട്. സോ വൈൻ്റെ വാല്യൂ 11 ആയിരിക്കും. സോ ഇതാണ് പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പൊ നമ്മൾ ഇവിടെ പ്ലസിന് പകരം മൈനസ് കൊടുത്ത് നോക്കാം, പ്രീ ഡിക്രിമെന്റേഷൻ എങ്ങനെയാണ്. സോ മൈനസ് എക്സ് എന്ന് വെച്ചാൽ 10 ആണ് ഉണ്ടായിരുന്നത്, 10നെ ഫസ്റ്റ് ഡിക്രിമെന്റ് ചെയ്യണു. സോ ഡിക്രിമെന്റ് ചെയ്താൽ അത് 9 ആകും. സോ 9നെ ഇസഡിൽ സ്റ്റോർ ചെയ്തു. ഓക്കെ, സോ ഇസഡിൽ സ്റ്റോർ ചെയ്ത പിന്നെ പ്രീ ഡിക്രിമെന്റഡ് value of x and x is decremented to what value. പിന്നെ ഞാനിവിടെ y മൈനസ് കൊടുക്കുന്നു, അതായത് പോസ്റ്റ് ഡിക്രിമെന്റ്. അപ്പോൾ എന്താ വരാന്ന് നമുക്ക് നോക്കാം. യെസ്, ഇപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ ഞാൻ ഇസഡിൽ വന്നിട്ട് 9 സ്റ്റോർ ചെയ്തു, അതായത് എക്സിന്റെ വാല്യൂനെ മൈനസ് ചെയ്തു എന്നിട്ട് സ്റ്റോർ ചെയ്തു. സോ ഫസ്റ്റ് ഡിക്രിമെന്റേഷൻ ആണ് നടക്കുന്നത്. സോ 9 സ്റ്റോർ ആയി ഇസഡിൽ. പിന്നെ എക്സ് ഇസ് ഡിക്രിമെന്റഡ് ടു 9, എക്സ് വാല്യൂവും അഫക്റ്റഡ് ആകും. പിന്നെ ഉള്ളത് ഇസഡിൽ ഞാൻ വൈ വാല്യൂനെ സ്റ്റോർ ചെയ്തു ഫസ്റ്റ്. സോ 10 ആണ് ഫസ്റ്റ് സ്റ്റോർ ആകുക,
സോ ഇസഡ് 10 ആയിരിക്കും. പിന്നെ വൈനെ ഡിക്രിമെന്റ് ചെയ്യണു, അപ്പോൾ വൈ വാല്യൂ 9 ആയിരിക്കും. സോ ഇറ്റ്സ് സിമിലർ ടു പോസ്റ്റ് ഇൻക്രിമെന്റ് ആൻഡ് പ്രീ ഇൻക്രിമെന്റ്, സെയിം തിങ് ആണ്. പക്ഷെ ഇവിടെ ഡിക്രിമെന്റേഷൻ നടക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് വെച്ചാൽ രണ്ട് വാല്യൂസ് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക. അതായത് അത് ഈക്വൽ ആണോ, നോട്ട് ഈക്വൽ ആണോ, അതോ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതായത് രണ്ട് വാല്യൂസ് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് എപ്പോഴുമേ ഐദർ ഇറ്റ് വിൽ ബി ട്രൂ ഓർ ഇറ്റ് വിൽ ബി ഫാൾസ്. ഒന്നുകിൽ ഗ്രേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ സ്മോളർ ആയിരിക്കും, അങ്ങനെ ഐദർ ഓർ ആയിരിക്കും ഇതിന്റെ റിസൾട്ട് എപ്പോഴുമേ. സോ ഇറ്റ് വിൽ ബി 0 or 1, അങ്ങനത്തെ റിസൾട്ട്സ് ആയിരിക്കും ഇതിന് വരാൻ പോണത്. സോ നമ്മളിവിടെ നോക്കി ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ രണ്ട് വേരിയബിൾസ് എടുത്തിട്ടുണ്ട്, ഇന്റീജർ വേരിയബിൾസ് 3 എടുത്തിട്ടുണ്ട്. a ഈക്വൽ ടു 5, b ഈക്വൽ ടു 5, c ഈക്വൽ ടു 10. സോ ഈ 3 വാല്യൂസ് തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്താ പ്രിന്റ് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ആണോ അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണു. സോ ഫസ്റ്റ് %d ഈക്വൽ ടു %d, അതായത് ഈക്വൽ ടു എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്യും. കാരണം ഈക്വൽ ടു എന്ന് വെച്ചാലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. ഒരു ഈക്വൽ ടു എന്ന് കൊടുത്താൽ ഇറ്റ് ഇസ് ലൈക്ക് അസൈൻമെന്റ്. അതായത് നമ്മൾ ഈക്വൽ ടു എന്ന് കൊടുത്താൽ 5നെ എയിലോട്ട് അസൈൻ ചെയ്യണു, അതാണ് അതിന്റെ അർത്ഥം. സോ രണ്ട് ഈക്വൽ ടു കൊടുത്താൽ അത് ചെക്ക് ചെയ്യുള്ളൂ. സോ ചെക്കിങ്ങിന് എപ്പോഴുമേ നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ രണ്ട് ഈക്വൽ ടു കൊടുക്കണം. സോ ഇവിടെ ഞാൻ എന്താ ചെക്ക് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോണു. %d ഈക്വൽ ടു %d is %d. അപ്പോൾ ഇതിനുള്ള ഈ വാല്യൂ ഇറ്റ് വിൽ ബി ഐദർ 0 or 1, അതായത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. സോ ഫസ്റ്റ് വാല്യൂ ഈ %d വന്നിട്ട് a ആയിരിക്കും, ഈ %d വന്നിട്ട് b ആയിരിക്കും, ഈ വാല്യൂ വന്നിട്ട് a ഈക്വൽ ടു b. സോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെറുതെ a ഈക്വൽ ടു b കൊടുത്താൽ അതിന്റെ റിസൾട്ട് ഇവിടെ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി 0 or 1. ഈ എയും ബിയും ഈക്വൽ ആണെങ്കിൽ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെയാണ് കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നത്. a ഈക്വൽ ടു b ആണെന്ന് നമ്മൾ ഇവിടെ കണ്ടീഷൻ കൊടുക്കുന്നു. സോ അതിന്റെ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ഇവിടെ 1 ആയിരിക്കും, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ഇവിടെ 0 ആയിരിക്കും. സോ ഇതേതാണ് നമ്മൾ എല്ലാത്തിനും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ a ഈക്വൽ ടു b ചെക്ക് ചെയ്യുന്നു, ഇവിടെ a ഈക്വൽ ടു c ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് a ഗ്രേറ്റർ ദാൻ b, a ഗ്രേറ്റർ ദാൻ c, a ലെസ് ദാൻ b, a ലെസ് ദാൻ c, അങ്ങനെ എല്ലാ ഓപ്പറേറ്റേഴ്സും നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് റൺ ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ എ ബി ചെക്ക് ചെയ്യുന്നു വെദർ ഇറ്റ് ഈസ് ഈക്വൽ ടു ഓർ നോട്ട്. സോ എ വന്നിട്ട് 5, ബി വന്നിട്ട് 5, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 ഈക്വൽ ടു 5 is 1 എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണ്, രണ്ടും ഈക്വൽ ആണ്. സോ 1 എന്ന് പ്രിന്റ് ആയി. പിന്നെ 5 ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, 0 അല്ല, a ഈക്വൽ ടു c അല്ല. പിന്നെ a ഗ്രേറ്റർ ദാൻ b ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, 0, അപ്പോൾ അതും ട്രൂ അല്ല. a ഗ്രേറ്റർ ദാൻ c ആണോ എന്ന് ചെക്ക് ചെയ്തു, അതും ട്രൂ അല്ല, 5 ഗ്രേറ്റർ ദാൻ 10 അല്ല. a ലെസ് ദാൻ b ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, 5 ലെസ് ദാൻ 5 അല്ല, സോ 0. പിന്നെ a ലെസ് ദാൻ c ആണോ എന്ന് ചെക്ക് ചെയ്തു, സോ 5 is ലെസ് ദാൻ 10, അത് ട്രൂ ആണ്, സോ ഇറ്റ് വിൽ ബി 1. പിന്നെ നോട്ട് ഈക്വൽ ടു നമ്മൾ രണ്ട് ഈക്വൽ ടു കൊടുക്കും. നോട്ട് ഈക്വൽ ടു വന്നാൽ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കും പിന്നെ ഈക്വൽ ടു, അതാണ് നോട്ട് ഈക്വൽ ടു റിലേഷണൽ ഓപ്പറേറ്ററിൽ. ഇപ്പോൾ സോ എ നോട്ട് ഈക്വൽ ടു ബി ആണോന്ന് നമ്മൾ ചെക്ക് ചെയ്തു, അത് വന്നിട്ട് ട്രൂ അല്ല, കാരണം എ ഈക്വൽ ടു ബി ആണ്. പിന്നെ എ നോട്ട് ഈക്വൽ ടു സി ആണോന്ന് ചെക്ക് ചെയ്തു, 5 നോട്ട് ഈക്വൽ ടു 10 ആണ്, സോ ഇറ്റ് ഇസ് ട്രൂ, അപ്പോൾ 1 പ്രിന്റ് ആയി. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണോന്ന് ചെക്ക് ചെയ്തു, ട്രൂ. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ, അല്ല, സോ ഇറ്റ് ഇസ് ഫാൾസ്. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്, സോ ഇറ്റ് ഇസ് ട്രൂ, കാരണം ഈക്വൽ ടു വരുന്നുണ്ട്. 5 ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അതുകൊണ്ട് 1. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, കാരണം 5 ഇസ് ലെസ് ദാൻ 10 ആണ്, സോ ഇറ്റ് ഇസ് 1. സോ രണ്ട് വാല്യൂസ് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചിട്ട് അത് വന്ന് നമ്മൾ വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫാൾസ് അങ്ങനെയും ചെക്ക് ചെയ്യാനുള്ളതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. പിന്നെ നമുക്കുള്ളത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 3 ടൈപ്സ് ഉണ്ട്. അതായത് ലോജിക്കൽ ആൻഡ്, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ 2 ആംപേഴ്സൻഡ് ആണ്. സോ 1 ആംപേഴ്സൻഡ് അല്ല, 2 ആംപേഴ്സൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്യും. സോ ലോജിക്കൽ ആൻഡിന് വന്നിട്ട് നമ്മൾ 2 ആംപേഴ്സൻഡ് യൂസ് ചെയ്യും. ലോജിക്കൽ ഓറിന് 2 ലൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നോട്ട് ഓപ്പറേറ്ററിന് വന്നിട്ട് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക്, അതാണ് നോട്ട് ഓപ്പറേറ്റർ. ഓക്കെ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ എങ്ങനെ വർക്ക് ആകണമെന്ന് നമുക്ക് നോക്കാം.
ഓക്കെ, ഇപ്പൊ ലോജിക്കൽ ആൻഡ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ നേരത്തെ എടുത്ത പോലെ എ ഈക്വൽ ടു 5, ഞാനിവിടെ ജസ്റ്റ് പ്രോഗ്രാം അല്ല ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 5 ആൻഡ് സി ഈക്വൽ ടു 10 എടുക്കാം നമുക്ക്. സോ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് വാല്യൂസ് വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ നോട്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ട്രൂ ഓർ നോട്ട് പറഞ്ഞാൽ നമ്മൾ റിലേഷണൽ ചെക്ക് ചെയ്ത പോലെ അല്ല. ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ എ ഈക്വൽ ടു ബി ആംപർസൻഡ് സി ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. സോ ഇപ്പൊ ഇത് തമ്മിൽ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ആദ്യം ഒരു ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കാനുണ്ട്. അതായത് ഇപ്പൊ സപ്പോസ് എ ഉണ്ട്, ബി, എ ആംപർസൻഡ് ബി, ഇതിന്റെ വാല്യൂസ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. സോ if a value is 0, okay, and 0 ആണെങ്കിൽ എന്തായിരിക്കും? 0 1 0 0 0 1 1 0 and 1 1. സോ ഈ സിറ്റുവേഷനിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. 0 0 ആണെങ്കിൽ, അതായത് ആംപർസൻഡ് വന്നിട്ട് ബോത്ത് നോൺ സീറോ ആണെങ്കിൽ ട്രൂ ആണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്, 0 1 മൾട്ടിപ്ലൈ ചെയ്താൽ 0, 1 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0. ദ സെയിം വേ ഇവിടെ രണ്ട് വാല്യൂസുമേ ട്രൂ ആണെങ്കിൽ മാത്രമേ അതായത് ലോജിക്കൽ ആൻഡ് വന്നിട്ട് ട്രൂ ആകുള്ളൂ. സോ മറ്റേതൊക്കെ ഫാൾസ് ആയിരിക്കും. സോ ഇറ്റ്സ് ഈസി ടു റിമെമ്പർ. സോ രണ്ട് വാല്യൂസും ഫാൾസ് ആണെങ്കിൽ ലോജിക്കൽ ആൻഡ് ഫാൾസ് ആയിരിക്കും. ഒരു വാല്യൂസ് ഫാൾസ് ആണെങ്കിൽ കൂടി അതും ഫാൾസ് ആയിരിക്കും. സോ ഇവിടെ എ ഫാൾസ് ആണ്, അതുകൊണ്ട് എ ആംപർസൻഡ് ബി ഫാൾസ് ആണ്. പിന്നെ ഇവിടെ ബി ഫാൾസ് ആണ്, സോ ലോജിക്കൽ ആൻഡ് ചെയ്താൽ പിന്നെയും ഫാൾസ് ആകും. ഇവിടെ രണ്ട് ഓപ്പറൻസും ട്രൂ ആണ്, സോ അതുകൊണ്ട് ലോജിക്കൽ ആൻഡ് ട്രൂ ആയിരിക്കും. സോ ഇതാണ് ഇതിന്റെ ട്രൂത്ത് ടേബിൾ. ഇപ്പൊ നമ്മൾ ഇത് എങ്ങനെ വർക്ക് ആക്കണം നോക്കാം. യെസ്, ഇപ്പോ എ ഈക്വൽ ടു ബി ആണ്, correct. So 5 equal to 5. So this statement is true. നമ്മളുടെ relational operatorsഉം പിന്നെ logical operatorsഉം നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മൾ നോക്കാം. A equal to B ട്രൂ ആണ്. സോ ഇവിടെ 1. പിന്നെ നമ്മൾ ആംപർസൻഡ് കൊടുത്തു. C greater than B ആണോ നോക്കാം. 10 greater than 5 ആണ്. സോ that is also true. സോ ഇതിന്റെ വാല്യൂ വന്നിട്ട് 1 ആയിരിക്കും. It will be true. ഇപ്പൊ വേറെ ഒന്ന് നോക്കിയാൽ A equal to B ampersand C less than B. ഇത് എങ്ങനെ നോക്കാം? സോ ഇവിടെ വന്നിട്ട് A equal to B ട്രൂ ആണോ നോക്കണം. അഗൈൻ 5 equal to 5 ട്രൂ ആണ്. സോ 1 ampersand C less than B ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. 10 less than 5 അല്ല, സോ ഇറ്റ് ഈസ് false. അപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് 1 വാല്യൂ ഫാൾസ് ആണെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് വാല്യൂ ഫാൾസ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി 0. സോ എപ്പോഴാണ് ആംപർസൻഡ് ചെയ്ത ലോജിക്കൽ ആൻഡ് ചെയ്ത നമുക്ക് ട്രൂ കിട്ടാന്ന് വെച്ചാൽ ഒരേ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ, രണ്ട് ഓപ്പറൻസും വന്നിട്ട് ട്രൂ ആയിരിക്കണം. അല്ലാതെ ഏത് സിറ്റുവേഷനിലും ഇത് ഫാൾസ് ആയിരിക്കും. സോ ഇത് ഫാൾസ് ആണ്. ഇപ്പോ നമുക്ക് ഓർ നോക്കാം. ഇപ്പൊ ലോജിക്കൽ ഓർ എങ്ങനെയാന്ന് വെച്ചാൽ എ ഓർ ബി. ഇപ്പോ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ യെസ്, എ ഓർ ബി എങ്ങനെയാന്ന് വെച്ചാൽ എനി ഓഫ് ദി ടു ഇസ് നോൺ സീറോ, അങ്ങനെയാണെങ്കിൽ ട്രൂ ആണ്. സോ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ എ ഓർ ബി വന്നിട്ട് ട്രൂ ആയിരിക്കും. സോ രണ്ടും ഫാൾസ് ആണ്, സോ ഇറ്റ് വിൽ ബി ഒബ്വിയസ്ലി ഫാൾസ്. ഇവിടെ ഒന്ന് ട്രൂ ആണ്, അതായത് ഒരു 0 ഉണ്ട്, ഒരു 1 ഉണ്ട്. സോ ബി വന്നിട്ട് ട്രൂ ആണ്, അതുകൊണ്ട് ഇവിടെ 1 ആയിരിക്കും. പിന്നെ ഇവിടെ പിന്നെയും എ വന്ന് ട്രൂ ആണ്, ബി ഫാൾസ് ആണ്. സോ അറ്റ്ലീസ്റ്റ് 1 ട്രൂ ആണ്, അതുകൊണ്ട് എ ഓർ ബി വന്ന് ട്രൂ ആയിരിക്കും. പിന്നെ ഇവിടെ രണ്ടുമേ ട്രൂ ആണ്, അതുകൊണ്ട് ഒബ്വിയസ്ലി എ ഓർ ബി ട്രൂ ആയിരിക്കും. സോ ഇതാണ് ലോജിക്കൽ ഓറിന്റെ ട്രൂത്ത് ടേബിൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം.
സെയിം തിങ് ഇതെടുക്കാം. ഇപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ നോക്കാം. എ ഈക്വൽ ടു ബി ആണോ എന്ന് ചെക്ക് ചെയ്തു. ഇറ്റ് ഇസ് ട്രൂ ഓർ ഓപ്പറേറ്റർ. പിന്നെ സി ലെസ് ദാൻ ഡി ആണോ എന്ന് ചെക്ക് ചെയ്തു. ഇറ്റ് ഇസ് ഫോൾസ്. ഇപ്പോൾ എന്തായിരിക്കും നമ്മുടെ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ ഒരു 1ഉം ഒരു 0ഉം ഉണ്ട്. സോ അറ്റ്ലീസ്റ്റ് 1 ഓപ്പറൻഡ് ഇസ് ട്രൂ. അതുകൊണ്ട് വിൽ ഓബ്വിയസ്ലി ഗോ ഫോർ ട്രൂ. സോ ഇത് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. പിന്നെ എ നോട്ട് ഈക്വൽ ടു ബി ഓർ സി ലെസ് ദാൻ ബി ആണോന്ന് ചെക്ക് ചെയ്യാം. ഇതെങ്ങനെയെന്ന് വെച്ചാൽ എ നോട്ട് ഈക്വൽ ടു ബി ആണോന്ന് ചെക്ക് ചെയ്യണം. എ ഈക്വൽ ടു ബി ആണ്. സോ നോട്ട് ഈക്വൽ ടു ബി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. അപ്പോൾ അത് 0. ഓർ സി ലെസ് ദാൻ ബി ആണോന്ന് ചെക്ക് ചെയ്താൽ ദാറ്റ് ഈസ് ഓൾസോ ഫാൾസ്. രണ്ടുമേ ഫാൾസ് ആണ്. അപ്പോൾ രണ്ടുമേ ഫാൾസ് ആയ ലോജിക്കൽ ഓറിൽ വന്നിട്ട് ഇറ്റ് വിൽ ബി ഫാൾസ്. സോ ഈ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. സോ ഇതാണ് ലോജിക്കൽ ആൻഡിന്റെയും ലോജിക്കൽ ഓറിന്റെയും ട്രൂത്ത് ടേബിൾ. ഇപ്പോൾ നമുക്ക് ഒരു ഓപ്പറേറ്റർ കൂടി ഉണ്ട്, ലോജിക്കൽ നോട്ട്. ലോജിക്കൽ നോട്ട് എങ്ങനെയാന്ന് വെച്ചാൽ അത് നമുക്ക് സിമ്പിൾ ആണ്. സോ ലോജിക്കൽ നോട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. അതായത് ഒരു വാല്യൂ 0 ആണെങ്കിൽ അതിന്റെ ലോജിക്കൽ നോട്ട് എടുത്തു എന്ന് വെച്ചാൽ നമുക്ക് 1 കിട്ടും. അതേപോലെ ഒരു വാല്യൂ അത് ട്രൂ ആണെങ്കിൽ അതിന്റെ ലോജിക്കൽ നോട്ട് എടുത്താൽ അത് ഫാൾസ് ആകും. സോ ഇഫ് ദ വാല്യൂ ഇസ് ട്രൂ ഇറ്റ് വിൽ ബിക്കം ഫാൾസ്. അത് ഫാൾസ് ആണെങ്കിൽ അത് ട്രൂ ആകും. സോ ഇറ്റ് ഇസ് ഓപ്പോസിറ്റ് വാല്യൂസ് ലോജിക്കൽ നോട്ട്. അത് സിമ്പിൾ ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ എക്സാമ്പിൾ പോലെ നോക്കിയാൽ നോട്ട് ഓഫ് എ നോട്ട് ഈക്വൽ ടു ബി. ഇതിന് എന്താ വരാൻ നോക്കാം. സോ നോട്ട് ഓഫ് എ നോട്ട് ഈക്വൽ ടു ബി ആണോന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എ ഇസ് ഈക്വൽ ടു ബി. അപ്പം എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഫാൾസ് ആണ്. സോ നോട്ട് ഓഫ് 0 എന്ന് നോക്കിയാൽ അതിന്റെ ഓപ്പോസിറ്റ് വാല്യൂ ഓബ്വിയസ്ലി 1 ആയിരിക്കും. സോ അതാണ് നോട്ട് ഓപ്പറേറ്ററിന്റെ ഫങ്ഷണാലിറ്റി. ഇന്നൊരു എക്സാമ്പിൾ നോക്കിയാൽ നോട്ട് ഓഫ് എ ഈക്വൽ ടു ബി. ഇതെങ്ങനെയാന്ന് നോക്കിയാൽ നോട്ട് ഓഫ് എ ഈക്വൽ ടു ബി പറഞ്ഞാൽ അത് ട്രൂ ആണ്. കാരണം എ ഈക്വൽ ടു ബി 5 ഈക്വൽ ടു 5 ആണ്. സോ ദാറ്റ് വാല്യൂ ഇസ് ട്രൂ ആൻഡ് നോട്ട് ഓഫ് 1 ഇസ് ഓബ്വിയസ്ലി ഫാൾസ്. സോ ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ വർക്കിംഗ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സൈസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് റിട്ടേൺസ് ദി സൈസ് ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിന്റെ സൈസ് കണ്ടുപിടിക്കണം. അതിൽ എന്ത് ടൈപ്പ് ഓഫ് വേരിയബിൾ ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് വാല്യൂ ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതിന്റെ സൈസ് എന്താന്നുള്ളത്, മെമ്മറിയിൽ ഓക്യുപ്പൈ ചെയ്ത സൈസ് എന്താന്നുള്ളത് ഈ സൈസ് ഓഫ് ഓപ്പറേറ്റർ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. സോ ഇപ്പൊ നമ്മൾ അത് എങ്ങനെ നോക്കാം. അതിന് വന്നിട്ട് വി നീഡ് ടു റൈറ്റ് എ പ്രോഗ്രാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h പിന്നെ int main. നമ്മളിവിടെ 4 ടൈപ്സ് ഓഫ് വേരിയബിൾ കൊടുക്കാം. int a, float b, char c, പിന്നെ double d. സോ 4 ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്സിലുള്ള വേരിയബിൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓരോന്നിന്റെയും സൈസ് എന്താന്നുള്ളത് നോക്കാം. സോ printf സൈസ് ഓഫ് ഇന്റ് എസ് എത്രയാന്നുള്ളത് നമ്മൾ %d ഫോർമാറ്റ് സ്പെസിഫയർ കൊടുത്തിട്ട് അത് ഏതിലാന്നുണ്ടാകുന്ന വെച്ചാൽ നമ്മൾ എപ്പോൾ സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആണ്. ബട്ട് അതിനെ നമ്മൾ ഓപ്പറേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സൈസ് ഓഫ് ആക്ച്വലി നമ്മൾ ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ ബ്രേസസ് യൂസ് ചെയ്യും. സോ സൈസ് ഓഫ് എ എന്ന് കൊടുത്താൽ ഇറ്റ്സ് ലൈക്ക് എ ഫംഗ്ഷൻ, ഒരു പാരാമീറ്റർ പോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ ഒരു ഓപ്പറേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ സൈസ് ഓഫ് എ അങ്ങനെ കൊടുത്താൽ വേരിയബിൾ, ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ വേരിയബിൾ കൊടുത്തു എന്ന് വെച്ചാൽ എന്റെ സൈസ് മെമ്മറിയിൽ എത്ര ഓക്യുപ്പൈ ആയിരിക്കണോ അത് നമുക്ക് ഇവിടെ പ്രിന്റ് ആകും. എന്തിൽ പ്രിന്റ് ആകുന്ന വെച്ചാൽ ബൈറ്റ്സിലാണ് ആക്ച്വലി പ്രിന്റ് ആകാം. സോ ഇത് വന്നിട്ട് ഇന്റീജറിന്റെ. ഇതേപോലെ നമുക്ക് മറ്റേതിന്റെ നോക്കാം. int float char
and double. ഇത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്റീജറിന്റെ വാല്യൂ വന്നിട്ട് 4 bytes ആയിരിക്കും. അത് 16 ബിറ്റ് കമ്പൈലർ 16 അല്ല 32 ബിറ്റ് കമ്പൈലർ 32 ബിറ്റ് മെഷീൻ ആയാലും 64 ബിറ്റ് മെഷീൻ ആയാലും അതിന്റെ സൈസ് വന്നിട്ട് 4 bytes ആയിരിക്കും. സോ ഒരു ഇന്റീജർ വേരിയബിൾ മെമ്മറിയിൽ വന്നിട്ട് 4 bytes ഓക്യുപ്പൈ ചെയ്യും. അതേപോലെ ഫ്ലോട്ടിനും 4 bytes ആണ്. ക്യാരക്ടറിന് 1 byte ആണ് നമുക്കറിയാം. ഡബിളിന് വന്നിട്ട് ഇറ്റ്സ് 2 times ഫ്ലോട്ടിന്റെ വാല്യൂസ്. സോ ഇറ്റ് ഇസ് 8 bytes. സോ അതായത് ഒരു വേരിയബിളിന്റെ സൈസ് എത്ര എന്നുള്ളത് റിട്ടേൺ ചെയ്യും. അതാണ് സൈസ് ഓഫ് ഓപ്പറേറ്ററിന്റെ ഫംഗ്ഷൻ. ഇപ്പോ യെസ്, അസൈൻമെന്റ് ഓപ്പറേറ്റർ അതെങ്ങനെയാന്ന് വെച്ചാൽ 6 അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതായത് അസൈനിങ് എ വാല്യൂ ടു ദി വേരിയബിൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഈക്വൽ ടു എന്താന്ന് വെച്ചാൽ നമ്മൾ റിലേഷണൽ ഓപ്പറേറ്ററിൽ ഈക്വൽ ടു നോക്കി. അത് വന്നിട്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ അല്ല, അത് വന്നിട്ട് ചെക്ക് ചെയ്യാണ് വെദർ ടു വേരിയബിൾസ് ആർ ഈക്വൽ ഓർ നോട്ട്. പക്ഷെ ഇവിടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്താന്ന് വെച്ചാൽ യു ആർ അസൈനിങ് എ വാല്യൂ ടു എ വേരിയബിൾ. അപ്പൊ ഇവിടെ എ എന്നുണ്ടെങ്കിൽ എ ഈക്വൽ ടു നമ്മൾ 1 എന്ന് അസൈൻ ചെയ്യുന്നു. സോ 1 ഇസ് അസൈൻ ടു എ. സോ ഇവിടെ ഒരു ഈക്വൽ ടു മതി. സോ ഇതാണ് അസൈനിങ് എ വാല്യൂ. അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ. എ ഈക്വൽ ടു ബി വന്ന ബിയിലുള്ള വാല്യൂനെ നമ്മൾ എ പറഞ്ഞ വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം, നമ്മൾ അസൈൻ ചെയ്യുന്നു എ പറഞ്ഞ വേരിയബിൾ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു. പ്ലസ് ഈക്വൽ ടു എന്താന്ന് വെച്ചാൽ എ പ്ലസ് ഈക്വൽ ടു ബി. ഇറ്റ് ഈസ് സെയിം ആസ് എ ഈക്വൽ ടു എ പ്ലസ് ബി. ഇപ്പൊ എ ഈക്വൽ ടു 1 ഉണ്ട്, ബി ഈക്വൽ ടു 2 ഉണ്ട്. ഇപ്പൊ ഞാൻ ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഇത് എങ്ങനെ നോക്കാം. സോ എ ഈക്വൽ ടു എയിൽ നമ്മൾ എന്ത് അസൈൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എ പ്ലസ് ബിയുടെ വാല്യൂ നമ്മൾ എയിൽ അസൈൻ ചെയ്യുന്നു. അഗൈൻ വി ആർ യൂസിങ് എൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ. പക്ഷെ ഇത് കമ്പൈൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ, അതായത് പ്ലസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ എ പ്ലസ് ബിന്റെ വാല്യൂ, എ പ്ലസ് ബി പറഞ്ഞാൽ 1 + 2 = 3. 3നെ നമ്മൾ എയിൽ അസൈൻ ചെയ്യുന്നു. സോ ഇപ്പൊ എന്റെ വാല്യൂ റീറൈറ്റ് ആയിട്ട് 3 ആയിട്ട് മാറി. സോ ഇങ്ങനെ എഴുതുന്നതും ഇത് കുറച്ച് വലിയ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ചെറുതാക്കി എഴുതുമ്പോൾ ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എ ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ളത് എ പ്ലസ് ഈക്വൽ ടു ബി. അതായത് എന്റെ വാല്യൂന്റെ കൂടെ നമ്മൾ ബി ആഡ് ചെയ്തിട്ട് അഗൈൻ വി ആർ സ്റ്റോറിങ് ഇൻ എ. സോ പ്ലസ് വന്നിട്ട് എപ്പോഴുമേ മുമ്പിൽ വരും. അത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഈക്വൽ ടുവിന്റെ മുമ്പിൽ പ്ലസ് വരും. സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇതേപോലെയാണ് മൈനസ്. എ മൈനസ് ബി ചെയ്യുക, ആ വാല്യൂനെ പിന്നെയും എയിൽ സ്റ്റോർ ചെയ്യുക. അതിനെ മൈനസ് ഈക്വൽ ടു നമുക്ക് എഴുതാം. ഇതേപോലെ ആസ്ട്രിക് ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു, മോഡ് ഈക്വൽ ടു എന്നൊക്കെ ചെയ്താൽ എ മോഡ് ബിന്റെ വാല്യൂനെ പിന്നെയും എയിൽ സ്റ്റോർ ചെയ്യണം. സോ ഇറ്റ് ഈസ് കമ്പൈൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് ഇതൊക്കെ. പിന്നെ കണ്ടീഷണൽ ഓർ ടെർണറി ഓപ്പറേറ്റർ. ഇത് വന്നിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ 3 എക്സ്പ്രഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഒരു എക്സ്പ്രഷൻ കൊടുക്കും, ഇവിടെ കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ആകും. അല്ല ട്രൂ അല്ലെങ്കിൽ ഈ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ആകും. സോ ഇഫ് ട്രൂ ഈ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ആകും, ഇഫ് ഫാൾസ് ഈ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ആകും. സോ ഇവിടെ വന്നിട്ട് ഓർ ആണ്. ഇത് ഒരു ഓർ ഓപ്പറേറ്റർ ആയിട്ട് ഫംഗ്ഷൻ ആകും. ഓർ ഓപ്പറേറ്റർ ഇൻ ദ സെൻസ് ഇഫ് this is true, ഇവിടെ question mark, if condition is true this will execute, condition is false ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ആകും. അതാണ് എക്സ്പ്രഷൻ 1 കണ്ടീഷൻ ആണ്. if true expression 2 is evaluated, else expression 3 is evaluated. ഇപ്പോ ഇത് ആക്ച്വലി ഇഫ് എൽസിന് സിമിലർ ആയിട്ട് വരും. ഇഫ് എൽസ് നമ്മൾ നോക്കിയിട്ടില്ല, നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കും. ഇഫ് എൽസ് എങ്ങനെയാന്ന് വെച്ചാൽ ദ സെയിം തിങ്. ഇഫ് വൺ കണ്ടീഷൻ ഇസ് ട്രൂ, some execution will happen. അല്ലെങ്കിൽ if that condition is false, വേറെ കുറച്ച് set of executions നടക്കും. സോ ഇത് വന്നിട്ട് അതിന് സിമിലർ ആണ്. പക്ഷെ ഇത് വന്നിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്മി സ്പേസ് ആണ് യൂസ് ചെയ്യുക. ഇഫ് എൽസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ സ്റ്റേറ്റ്മെന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിറയെ സ്പേസ് യൂസ് ചെയ്യും. സോ നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് ഇഫ് എൽസ് യൂസ് ചെയ്യാതെ നമ്മൾ ഇത് യൂസ് ചെയ്താൽ നമ്മുടെ പ്രോഗ്രാമിന്റെ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നത് കമ്മിയാകും. ഇതിന് വന്നിട്ട് 3 ഓപ്പറൻസ് എടുക്കുന്നുണ്ട്. സോ അതിന്റെ ഇന്നൊരു പേരാണ് ടെർണറി ഓപ്പറേറ്റർ. ലൈക്ക് 3 എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ 3 ഓപ്പറൻസ് ഇത് യൂസ് ചെയ്യും ഈ ഓപ്പറേറ്റർ എപ്പോഴുമേ. അതുകൊണ്ട് അതിനെ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയും. ഇപ്പൊ ഇത് എങ്ങനെ വർക്ക് ആകണം നോക്കാം.
യെസ്, ഇപ്പം ഞാൻ രണ്ട് നമ്പേഴ്സ് എടുക്കാം. ഇൻറ്റ് n1 ഈക്വൽ ടു 10, n2 ഈക്വൽ ടു 15. രണ്ട് നമ്പേഴ്സിന്റെ വാല്യൂ ഞാൻ കൊടുത്തു. ഇപ്പോൾ എക്സ്പ്രഷൻ 1 നമ്മളവിടെ നോക്കിയ പോലെ എക്സ്പ്രഷൻ 1 എന്താന്ന് വെച്ചാൽ കണ്ടീഷൻ ആയിരിക്കും. സോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോണു n1 ഗ്രേറ്റർ ദാൻ n2 ആണോന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ മാർക്ക്. അത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ അടുത്ത എക്സ്പ്രഷൻ 2 ആണ്. സോ printf n1 is greater. അതാണ് എക്സ്പ്രഷൻ 2. അതല്ലെങ്കിൽ printf if that is false. അടുത്ത മൂന്നാമത്തെ എക്സ്പ്രഷൻ 3ൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ n2 is greater. ഓക്കെ, നമ്മൾ ഇവിടെ സെമിക്കോളൻ എന്താ കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷൻ ഇവിടെ എൻഡ് ആകണില്ല, ലൈക്ക് ഇവിടെയാണ് എൻഡ് ആകുന്നത്. സോ നമ്മൾ ഇവിടെ സെമിക്കോളൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇത് സേവ് ചെയ്ത് നോക്കിയാൽ n2 is greater. n1 greater than n2 ചെക്ക് ചെയ്തു. 10 greater than 15 ആണെന്ന് ചെക്ക് ചെയ്തു. അത് ഫാൾസ് ആണ്. സോ ട്രൂ ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ആകുള്ളൂ. അത് ഫാൾസ് ആണ്, അതുകൊണ്ട് സെക്കൻഡ് എക്സ്പ്രഷൻ ആണ് എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. സോ n2 is greater എന്ന് പ്രിന്റ് ആയി. ഇപ്പൊ നമ്മൾ ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്ത് നോക്കാം. 100 കൊടുക്കാം. ഇപ്പോ 100 is greater than 15. obviously second expression വന്നിട്ട് എക്സിക്യൂട്ട് ആകും. സോ n1 is greater. So this is ternary operator. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആണ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്തിനാന്ന് വെച്ചാൽ ബിറ്റ് എന്ന് വെച്ചാൽ ഒരു ബൈനറി വാല്യൂന്റെ ഒരു ബിറ്റ്, അതിനെ നമ്മൾ ഓരോ ബിറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു ബിറ്റ് വൈസ് ഓപ്പറേറ്ററിൽ. അതെങ്ങനെയാന്ന് വെച്ചാൽ എക്സാമ്പിൾ നോക്കാം. അതായത് ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് എക്സോർ. സോ ഇതല്ലാതെ നമുക്ക് ഇനിയും 3 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതായത് ബിറ്റ് വൈസ് കോംപ്ലിമെന്റ്, ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ്, പിന്നെ റൈറ്റ് ഷിഫ്റ്റ്. ഇത് 3 കൂടി ഉണ്ട് എക്സ്ട്രാ ആയിട്ട്. സോ ഇവിടെ ഇത് ആക്ച്വലി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെക്കാട്ടിലും ഇത് ഡിഫറെൻ്റ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വേറെ, ഇത് വേറെയാണ്. ബട്ട് നമ്മൾ ട്രൂത്ത് ടേബിൾ നോക്കുമ്പോൾ സെയിം ആയിരിക്കും. കാരണം നമ്മൾ അവിടെയും നമ്മൾ ബൈനറി നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ലൈക്ക് യു ആർ ചെക്കിങ് എ കണ്ടീഷൻ ആൻഡ് ദെൻ ഫൈൻഡിങ് ഇറ്റ് വെദർ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത്. പക്ഷെ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ബൈനറി വാല്യൂ എടുക്കും, അതിനെ ബൈനറി വാല്യൂസിനെ വെച്ചിട്ട് ഇവിടെ എല്ലാ ഓപ്പറേഷൻസും നടക്കും. സോ അതെങ്ങനെയാന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് കണ്ടീഷൻസ് ആണ്, ഇവിടെ വന്നിട്ട് ബൈനറി വാല്യൂസ് ആണ്. സോ ഇപ്പോൾ നോക്ക്, ട്രൂത്ത് ടേബിൾ സെയിം ആയിരിക്കും. ആംപർസെന്റും ഓറിനും വന്നിട്ട് സെയിം ആണ്. അതായത് ആംപർസെന്റ് നോക്കിയാൽ വെൻ ബോത്ത് ഓപ്പറൻസ് ആർ ട്രൂ ഇറ്റ് വിൽ ബി ട്രൂ, അതർവൈസ് ഇറ്റ് വിൽ ബി ഫാൾസ്. ഇവിടെ വന്നിട്ട് ഇഫ് അറ്റ്ലീസ്റ്റ് 1 ഓപ്പറൻറ്റ് ഇസ് ട്രൂ ഇറ്റ് വിൽ ബി ട്രൂ, അല്ലെങ്കിൽ അത് ഫാൾസ് ആണ്. സോ ഇത് രണ്ടും സെയിം ആണ്. എക്സോർ എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് ഓപ്പറൻസും സെയിം ആയിരുന്നു എന്ന് വെച്ചാൽ അത് ഫാൾസും, രണ്ട് ഓപ്പറൻസും ഡിഫറെന്റ് ആണെങ്കിൽ അത് ട്രൂ ആയിരിക്കും. സോ 0 0 ആണെങ്കിൽ ഫാൾസ്, 1 1 ആണെങ്കിലും ഫാൾസ്. കാരണം രണ്ട് ഓപ്പറൻസും ഇവിടെയും അതായത് 0 0 സെയിം ആണ്, 1 1 സെയിം ആണ്. അപ്പൊ രണ്ടുമേ ഫാൾസ് ആയിരിക്കും. ഇവിടെ രണ്ടുമേ ഡിഫറെന്റ് ആണ്, ഇവിടെയും രണ്ടുമേ ഡിഫറെന്റ് ആണ്. 0 1 ഡിഫറെന്റ്, 1 0 ഇസ് ഡിഫറെന്റ്. സോ അവിടെ ട്രൂ ആയിരിക്കും. സോ അതാണ് എക്സോർ ഓപ്പറേഷൻ അങ്ങനെ നടക്കാം. ബിറ്റ് വൈസ് കോംപ്ലിമെന്റ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ എക്സാമ്പിൾ എങ്ങനെ നോക്കാം. A equal to 60, B equal to 13. A ബൈനറി വാല്യൂ എന്താന്ന് വെച്ചാൽ 0 0 1 1 1 1 0 0. B ബൈനറി വാല്യൂ വന്നിട്ട്, അതായത് 13 ബൈനറി വാല്യൂ 0 0 0 0 1 1 0 1. നമ്മളിവിടെ 8 ബിറ്റ് നമ്പർ ആണ് എടുക്കുന്നത്. സോ ഇപ്പം ഞാൻ എ ആംപർസെന്റ് ബി, അതായത് ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ ഞാൻ ചെയ്യാം. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? 0 0 0 0 1 1 0 0. അതായത് ബിറ്റ് വൈസ് ആൻഡിന്റെ ട്രൂത്ത് ടേബിൾ നമുക്കറിയാം. ലൈക്ക് രണ്ട് ഓപ്പറൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ വാല്യൂ ട്രൂ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ അത് ഫാൾസ് ആണ്. സോ ഇവിടെ രണ്ടും ട്രൂ അല്ല. സോ 0 1 ആണ്. സോ 0 0 0
ബിറ്റ് വൈസ് ആൻഡ് ചെയ്താൽ 0 ആയിരിക്കും. 1 1 രണ്ടുമേ ട്രൂ ആണ്, അതുകൊണ്ട് വാല്യൂ ട്രൂ ആണ്. പിന്നെയും രണ്ടുമേ ട്രൂ ആണ്. 1 1 0 ഫാൾസ്, 1 0 ഫാൾസ്, 0 0 ഫാൾസ്, 0 0 ഫാൾസ്. ഇപ്പോ റിസൾട്ട് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ ബൈനറി വാല്യൂവിന്റെ ഡെസിമൽ വാല്യൂണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടാൻ പോകുന്നത്. സോ 12 കിട്ടി നമുക്ക്. സോ 12 ആണ് ഡെസിമൽ വാല്യൂ. ഈ ബൈനറി വാല്യൂവിന്റെ ഡെസിമൽ വാല്യൂ ഇസ് 12. സോ ഇതാണ് നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടാൻ പോകുന്ന ആൻസർ. ഇപ്പൊ ഞാൻ എ ഓർ ബി ചെയ്തു എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 0 1 1 1 1 0 1. അതായത് ഇതിരിക്കട്ടെ, ഇത് നമുക്കിപ്പോ വേണ്ട. ഇങ്ങനെയെന്ന് വെച്ചാൽ ഇഫ് അറ്റ്ലീസ്റ്റ് 1 വാല്യൂ ട്രൂ ആണെങ്കിൽ വാല്യൂ ട്രൂ, ഇവിടുത്തെ വാല്യൂ ട്രൂ ആയിരിക്കും. സോ ഇവിടെ 1 ഉണ്ട്, സോ ഇറ്റ് വിൽ ബി 1. 0 0 0 രണ്ട് വാല്യൂം ട്രൂ ആണ്, അതുകൊണ്ട് ട്രൂ. ഇവിടെയും രണ്ട് വാല്യൂ ട്രൂ, സോ അഗൈൻ ട്രൂ. ഇവിടെ ഒരു വാല്യൂ ട്രൂ ആണ്, 1 ആയിരിക്കും. അഗൈൻ ഒരു വാല്യൂ ട്രൂ ആണ്, 1. ബാക്കി രണ്ട് ഇവിടെ 0 0 ആയ കാരണം 0 0 0 വിൽ ബി അഗൈൻ 0. സോ ഇതാണ് ഓർ ചെയ്താൽ, ബിറ്റ് വൈസ് ഓർ ചെയ്താലുള്ള വാല്യൂ. ഇതിന്റെ ഡെസിമൽ വാല്യൂ എന്തായിരിക്കും എന്ന് വെച്ചാൽ it will be 61. സോ ഇതായിരിക്കും നമുക്ക് റിട്ടേൺ ആകുന്ന വാല്യൂ. ഇപ്പൊ നമ്മൾ എക്സോർ ചെയ്ത് നോക്കാം. എക്സോർ എങ്ങനെയാന്ന് വെച്ചാൽ എക്സോറിന് സിമ്പിൾ വന്നിട്ട് പവർ സിമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എ എക്സോർ ബി ഈക്വൽ ടു ഇവിടെ എങ്ങനെ വരും എന്ന് വെച്ചാൽ 0 0 1 1 0 0 0 1. എങ്ങനെയെന്ന് വെച്ചാൽ എക്സോറിന് വന്നിട്ട് നമുക്കറിയാം വാല്യൂസ് സെയിം ആണെങ്കിൽ ഫോൾസും, ഓപ്പറൻസ് സെയിം ആണെങ്കിൽ ഫോൾസും, ഓപ്പറൻസ് ഡിഫറെന്റ് ആണെങ്കിൽ ട്രൂവും ആണ്. സോ ഇവിടെ രണ്ട് ഓപ്പറൻസും ഡിഫറെന്റ് ആണ്, 0 ആൻഡ് 1. സോ ഇറ്റ് വിൽ ബി 1. ഇവിടെ രണ്ടും സെയിം ആയ കാരണം 0, ഇവിടെയും സെയിം 0, ഇത് രണ്ടും സെയിം, സോ ഇവിടെ 0. ഇവിടെ ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് 1 വന്നു. പിന്നെയും ഡിഫറെന്റ് ആണ്, 1 വന്നു. ഇവിടെ 0 0 സെയിം ആണ്, അപ്പൊ 0 0 0 അഗൈൻ സെയിം ആണ്, അപ്പൊ പിന്നെയും 0 വന്നു. സോ ഇതിന്റെ ഡെസിമൽ വാല്യൂ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി 49. സോ ഈ വാല്യൂ ഡെസിമൽ വാല്യൂന് നമുക്ക് റിട്ടേൺ ആകാൻ പോകുന്നത്. സോ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ മെയിൻ ആയിട്ട് നമുക്ക് ബിറ്റ് വൈസ് കാൽക്കുലേഷൻ ചെയ്തിട്ട് അതിന്റെ ഓപ്പറേഷനും ഒക്കെ ബിറ്റ് വൈസ് ആയിട്ട് ചെയ്തിട്ട് ഒவ்வொரு ബിറ്റ് ആയിട്ട് ചെയ്യും. സോ അങ്ങനെയാണ് നമുക്ക് പിന്നെ ഡെസിമൽ വാല്യൂ, ബൈനറി വാല്യൂ എടുത്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഡെസിമൽ വാല്യൂ ആയിരിക്കും. കോംപ്ലിമെന്റ് വന്നിട്ട് ഇഷ്ടമൊക്കെ ഉണ്ട്. സോ നമ്മളിത് എങ്ങനെ നോക്കാം? എ ഈക്വൽ ടു 2 എന്ന് എടുക്കണം. സോ 2ന്റെ ബിറ്റ് വൈസ് കോംപ്ലിമെന്റ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. 2's കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ 1's കോംപ്ലിമെന്റ് ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് 2's കോംപ്ലിമെന്റ് കിട്ടും. സോ 1's കോംപ്ലിമെന്റ് ഓഫ് 2 എന്താന്ന് നോക്കാം. ഈക്വൽ ടു നമ്മുടെ 2ന്റെ ബൈനറി വാല്യൂ എന്താണെന്ന് ആദ്യം നോക്കാം നമുക്ക്. സോ ഇറ്റ് വിൽ ബി 0 0 0 0 0 0 1 0. ഇതാണ് ബൈനറിയിൽ 2. ഈ ഡിജിറ്റ്സിനെ നമ്മൾ ഫ്ലിപ്പ് ചെയ്തു എന്ന് വെച്ചാൽ, അതായത് ടേക്കിംഗ് സീറോസ് ആസ് വൺസ് ആൻഡ് വൺസ് ആസ് സീറോസ്, അതാണ് 1's കോംപ്ലിമെന്റ്. അപ്പോൾ ആദ്യമുള്ള സീറോസ് ഒക്കെ 1 ആകും, 1 ഒക്കെ 0 ആകും. സോ ഇറ്റ് വിൽ ബി 1 1 1 1 1 1 0 1. അതായത് സീറോസ് ഒക്കെ 1 ആയി, പിന്നെ 1 ഉള്ളതൊക്കെ 0 ആയി. സോ ഇവിടെ ഒരു 1 ഉള്ളൂ, അത് മാത്രം 0, ബാക്കിയെല്ലാം സീറോസ് ആണ്, അതൊക്കെ 1 ആയി കഴിഞ്ഞു. ഇതാണ് 1's കോംപ്ലിമെന്റ് ഓഫ് 2. ഇപ്പൊ ഞാൻ ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്തു എന്ന് വെച്ചാൽ എന്താകും നോക്കാം. സോ ഇവിടെ ഞാൻ +1 ആഡ് ചെയ്താ ഈ വാല്യൂന്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് സെയിം റിസൾട്ട് ആണ് കിട്ടാൻ പോണത്. കാരണം 1 + 1 = 1. അതായത് ബൈനറി അഡീഷനിൽ നോക്കിയാൽ ട്രൂവും ആഡ് ചെയ്താൽ നമുക്ക് ട്രൂ തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഇവിടെ ഒന്നും ക്യാരി ആകില്ല, കാരണം ഇറ്റ്സ് ബൈനറി അഡീഷൻ. അങ്ങനെ നോക്കുമ്പോൾ സെയിം വാല്യൂ ആണ് നമുക്ക് കിട്ടാൻ പോണത്. സോ 2's കോംപ്ലിമെന്റ് ഓഫ് 2ഉം സെയിം ആണ്. ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. പക്ഷെ ഇതിന്റെ ബൈനറി വാല്യൂ നമ്മൾ എന്താ നോക്കാം?
ആക്ച്വൽ നമുക്ക് റിട്ടേൺ ആകാൻ പോണത് അതല്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ ആകുന്നത് -3 ആയിരിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോ ഞാനിപ്പോ 3ന്റെ ഡെസിമൽ വാല്യൂ എന്താന്ന് നോക്കാം. 3ന്റെ ഡെസിമൽ വാല്യൂ വന്നിട്ട് 0000. ഇതാണ് 3ന്റെ ഡെസിമൽ വാല്യൂ. ഇപ്പോ നമുക്ക് ഇതിനെ ഫ്ലിപ്പ് ചെയ്യാം, അതായത് വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. 3ന്റെ വൺസ് കോംപ്ലിമെന്റ് 11111100. ഇപ്പോ ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കാം. ടൂസ് കോംപ്ലിമെന്റ് എടുത്തു എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആഡിങ് 1 to this. അപ്പോൾ 11111101. കാരണം ഈ വാല്യൂന്റെ കൂടെ ബൈനറി അഡീഷനിൽ വന്നിട്ട് 0 + 1 നമ്മൾ ആഡ് ചെയ്തു എന്ന് വെച്ചാൽ അത് 1 കിട്ടും. ബാക്കിയുള്ളതൊക്കെ ഇറ്റ് വിൽ ബി ദ സെയിം. സോ നമ്മൾ 3ന്റെ ബൈനറി വാല്യൂ എടുത്തു, അതിന്റെ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചു, അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് നമ്മൾ എടുക്കുമ്പോൾ ആഡിങ് 1 to the ones complement will give you 2's complement. അപ്പോൾ 2's complement ഇത് എടുത്തപ്പോൾ ഇതിന്റെ വാല്യൂ നമുക്ക് 253 ആണ്. സോ അതുകൊണ്ട് നമുക്ക് 253 റിട്ടേൺ ആകില്ലേ, നമുക്ക് -3 നമുക്ക് ആൻസർ ആയിട്ട് വരുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ പ്രോസസ് നടക്കണമെന്ന് വെച്ചാൽ ലൈക്ക് കോംപ്ലിമെന്റ് ഓഫ് എ വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ പ്ലസ് 1. ഇതാണ് ആക്ച്വലി ഇതിൽ നടക്കുന്ന പ്രോസസ്. അതായത് ഇപ്പൊ നമുക്കറിയാം കോംപ്ലിമെന്റ് ഓഫ് 2 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അത് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ മൈനസ് ഓഫ് 2 + 1, അതായത് -2 + 1 is 3. സോ ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. കോംപ്ലിമെന്റ് ഓഫ് 2 നമുക്ക് കിട്ടിയ ആൻസർ വന്ന് -3 ആണ്. സോ ഇതാണ് ആക്ച്വലി ഫോർമുല. പക്ഷെ നമ്മൾ ലിറ്ററലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത് 253. ഇതാണ് വാല്യൂ. ആക്ച്വലി ബൈനറി വാല്യൂ വന്നിട്ട് ഇതാണ് കിട്ടുക. പക്ഷെ നമ്മൾ അതിന് ഡെസിമലിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 253 കിട്ടും. പക്ഷെ അതല്ല റിട്ടേൺ ആകാം. ഇപ്പോൾ നമ്മൾ ഇതെങ്ങനെ വർക്ക് ആകണമെന്ന് നോക്കാം. ഇപ്പോ #include stdio.h int main int a equal to 2 printf %d comma bitwise, അതായത് ടിൽഡ് ഓപ്പറേറ്റർ. നമ്മളിവിടെ bitwise കോംപ്ലിമെന്റ് പറഞ്ഞാൽ ടിൽഡ് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ടിൽഡ് ഓപ്പറേറ്റർ ഓഫ് എ. ഇപ്പോൾ ഇത് പ്രിന്റ് ചെയ്തു എന്ന് വെച്ചാൽ we get -3. കാരണം ഈ പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് കോംപ്ലിമെന്റ് ഓഫ് എ വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ പ്ലസ് 1. ആ എ വാല്യൂന്റെ കൂടെ 1 ആഡ് ചെയ്ത് അതിന്റെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ആവുക. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ബിറ്റ്വൈസ് ഓപ്പറേറ്റർ. ഓക്കെ, ഇപ്പോ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സും റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സും എന്താണെന്ന് നോക്കാം. ഇപ്പോ ഞാൻ ഇപ്പൊ ഞാൻ a = 212 എന്ന് പറഞ്ഞ വാല്യൂ എടുത്തു. അപ്പൊ ഇതിന്റെ ബൈനറി വാല്യൂ എന്തായിരിക്കും എന്ന് വെച്ചാൽ a = 11010100. ഇതാണ് ബൈനറി വാല്യൂ. ഇപ്പൊ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്താന്ന് വെച്ചാൽ ഒരു ബിറ്റിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അത് എത്ര പ്രാവശ്യം വേണമെന്നുള്ളത് നമ്മൾ ഒരു വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കും. സോ 212നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യണം 1 ടൈം നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ എ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓഫ് 1 ഒരു പ്രാവശ്യം നമ്മൾ എന്റെ ബൈനറി വാല്യൂനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പോകണു. അപ്പൊ അതെന്താവെന്ന് വെച്ചാൽ ഈ വാല്യൂ, അതായത് 0 വാല്യൂസ് വന്നിട്ട് ഷിഫ്റ്റ് ആകും. ഷിഫ്റ്റ് ബൈ 0 അതായത് വെച്ചാൽ എന്താകും നോക്കാം. 11010100. ഇപ്പൊ 0 ആഡ്, ഒരു ബിറ്റ് ആഡ് ചെയ്തു. നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് പറഞ്ഞാൽ ഒരു ബിറ്റ് ആഡ് ചെയ്തു. കാരണം ഇപ്പോ ഒരു എക്സാം നടന്നിരിക്കുന്നെന്ന് വെച്ചാൽ ഓരോ ബിറ്റും ലെഫ്റ്റിലേക്ക് മൂവ് ആകണോ.
അപ്പം നമുക്ക് ഇവിടെ ലെഫ്റ്റിൽ വേറെ ഡിജിറ്റ്സ് ഇല്ലാത്ത കാരണം നമുക്ക് അറിയുന്നില്ല. സോ ആക്ച്വലി എന്താ നടക്കണമെന്ന് വെച്ചാൽ ഓരോ ഡിജിറ്റും ഓരോ ബിറ്റും ലെഫ്റ്റിലേക്ക് മൂവ് ആകണു. സപ്പോസ് അവിടെ സ്പേസ് എന്തെങ്കിലും എം ടി ആയിട്ടുണ്ടെങ്കിൽ അത് 0 കൊണ്ട് നമ്മൾ ഫിൽ ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 1 ലെഫ്റ്റിലേക്ക് മൂവ് ആയി, കാരണം അവിടെ ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് അറിയില്ല. സോ 1 ലെഫ്റ്റിലേക്ക് മൂവ് ആയപ്പോൾ 1 തന്നെ വരും. ഇപ്പോൾ 1ന്റെ പ്ലേസിൽ അടുത്ത 1 വരും. സോ സെക്കൻഡ് 1 ഉണ്ടായിരുന്ന പ്ലേസിൽ വന്നിട്ട് 0, പിന്നെ 1 0 1 0 0. ഇപ്പോൾ ലാസ്റ്റ് 0 വരുന്ന പ്ലേസ് എം ടി ആയി കിടക്കുന്നു. സോ അവിടെ നമ്മൾ 0 ആഡ് ചെയ്യും. അതായത് എം ടി സ്പേസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 0 നമ്മൾ ആഡ് ചെയ്യണം. സോ ഇതാണ് ലെഫ്റ്റ് ഷിഫ്റ്റ്. ഇപ്പോൾ റൈറ്റ് ഷിഫ്റ്റ് എന്താന്ന് നോക്കാം. റൈറ്റ് ഷിഫ്റ്റ് വന്നിട്ട് സെയിം തന്നെ നമ്മൾ 2 1 2നെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാം. 2 1 2 റൈറ്റ് ഷിഫ്റ്റ് ഓഫ് 2 ചെയ്യണം. സോ എ റൈറ്റ് ഷിഫ്റ്റ് ഓഫ് 2 ഇങ്ങനെ ചെയ്തു. സോ റൈറ്റ് ഷിഫ്റ്റിൽ എന്താ നടക്കാന്ന് വെച്ചാൽ റൈറ്റിലേക്ക് ഓരോ ബിറ്റും മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ 1 ഉണ്ടായിരുന്ന പ്ലേസ് എം ടി ആക്കും, കാരണം 1 റൈറ്റിലേക്ക് മൂവ് ആയി കഴിഞ്ഞു. സെക്കൻഡ് 1 ഉള്ള പ്ലേസിൽ 1 വരും, പിന്നെ 0 ഉള്ള പ്ലേസിൽ സെക്കൻഡ് 1 വരും, പിന്നെ 0 1 0 1. ഇപ്പോൾ ലാസ്റ്റ് 0 ഇരുന്ന പ്ലേസിൽ 0 വരും. അപ്പോൾ ഇത് 8 ബിറ്റ് ആയ കാരണം ലാസ്റ്റ് 0ന് പോവാൻ നമ്മൾ ഇവിടെ സ്പേസ് കൊടുക്കണില്ല, അതുകൊണ്ട് അത് എലിമിനേറ്റ് ആയിട്ട് പോയിക്കളയും. സോ ഇവിടെ വരുന്ന വാല്യൂസ് വന്നിട്ട് 1 1 0 1 0 1 0. ഇപ്പോൾ ഇത് 7 ബിറ്റ്സേ ഉള്ളൂ, ഒരു ബിറ്റ് എം ടി ആയി കിടക്കുന്നു. സോ നമ്മൾ അവിടെ ഒരു 0 ആഡ് ചെയ്യും, കാരണം എം ടി സ്പേസസ് വന്നിട്ട് നമ്മൾ 0 കൊണ്ട് ഫിൽ ചെയ്യും. ഇത് വന്നിട്ട് ഒരു ഷിഫ്റ്റേ ആയിട്ടുള്ളൂ. ഇനി നമ്മൾ ഒരു ഷിഫ്റ്റ് കൂടെ ബാക്കിയുണ്ട്. അത് ചെയ്യുമ്പോൾ പിന്നെയും ഒരു എം ടി സ്പേസ് വരും. അപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്ന 0 സെക്കൻഡ് സ്പേസിലേക്ക് മൂവ് ആകും, പിന്നെ 1 1, പിന്നെ 0 1 0 1. അടുത്ത 0ന് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല, അതിന് നമ്മൾ അത് വിട്ടിട്ട് ഇതായിരിക്കും ഫൈനൽ വാല്യൂ. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ നമ്മൾ എം ടി സ്പേസ് ഉള്ള കാരണം നമ്മൾ സ്പേസ് 0 ആഡ് ചെയ്യണം. സോ ഇതാണ് ഫൈനൽ വാല്യൂ. ഇപ്പോൾ നമ്മളിത് പിന്നെ സ്റ്റോറേജ് ക്ലാസ്സസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു വേരിയബിളിനോ അല്ലെങ്കിൽ ഒരു മെത്തേഡിനോ നമ്മൾ സ്റ്റോറേജ് ക്ലാസ് സ്പെസിഫൈ ചെയ്താൽ അത് വന്നിട്ട് ആ വേരിയബിളിന്റെ അല്ലെങ്കിൽ മെത്തേഡിന്റെ ലൈഫ് ടൈമും സ്കോപ്പും എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യും. അപ്പോൾ സ്കോപ്പ് എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ ഏതുവരെയ്ക്കും റീറ്റെയിൻ ആകും, അത് ഏതുവരെയ്ക്കും നമുക്ക് യൂസ് ചെയ്യാം, എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് സ്റ്റോറേജ് ക്ലാസ് നമുക്ക് പറയുന്നത്. സോ ഇതിൽ 4 ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ക്ലാസ് ഉണ്ട്: ഓട്ടോ, സ്റ്റാറ്റിക്, എക്സ്റ്റേൺ ആൻഡ് രജിസ്റ്റർ. ഓട്ടോ സ്റ്റാറ്റിക് എക്സ്റ്റേൺ ഇത് മൂന്നുമേ വന്നിട്ട് ഇതിന്റെ സ്റ്റോറേജ് വന്നിട്ട് റാമിലായിരിക്കും സ്റ്റോർ ചെയ്യുക. പക്ഷെ രജിസ്റ്ററിന്റെ മാത്രം കമ്പ്യൂട്ടർ രജിസ്റ്ററിൽ പോയിട്ട് സ്റ്റോർ ആകും. ഇതിന്റെ ഓട്ടോന്റെയും രജിസ്റ്ററിന്റെയും ഇനീഷ്യൽ വാല്യൂ, അതായത് ഡീഫോൾട്ട് വാല്യൂ നമ്മളൊന്നും അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഇനീഷ്യൽ വാല്യൂ വന്ന് ഗാർബേജ് വാല്യൂ ആയിരിക്കും. എക്സ്റ്റേണും സ്റ്റാറ്റിക്കും വന്നിട്ട് ബൈ ഡീഫോൾട്ട് അത് 0 ആയിരിക്കും. അപ്പോൾ സ്കോപ്പും ലൈഫ് ടൈമും എന്താന്ന് നോക്കാം. ഓട്ടോന്റെ സ്കോപ്പ് വന്നിട്ട് ലോക്കൽ ആണ്, കാരണം നമുക്കറിയാം ഓട്ടോ വേരിയബിൾസ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. സോ ഓട്ടോ എപ്പോഴുമേ ഒരു ബ്ലോക്ക് ഓഫ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഇസ് വിത്ത് ലൈഫ് ടൈം വന്ന് വിത്തിൻ ദി ഫംഗ്ഷൻ ആണ്. സ്കോപ്പ് വന്ന് ലോക്കലിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്റ്റേൺ വന്നിട്ട് നമ്മൾ അവിടെ നോക്കിയ പോലെ തന്നെ എക്സ്റ്റേൺ വേരിയബിൾസ് നമ്മൾ ഗ്ലോബലി നമ്മൾ ഡിക്ലെയർ ചെയ്യും, അതുകൊണ്ട് സ്കോപ്പ് ഒന്ന് ഗ്ലോബൽ ആണ്. മെയിൻ പ്രോഗ്രാം എൻഡ് ചെയ്യണ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് വന്നിട്ട് പിന്നെയും ലോക്കൽ ആണ്, അതും മെയിൻ പ്രോഗ്രാം എൻഡ് ആകണ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫംഗ്ഷൻ കോൾ റീറ്റെയിൻസ് വാല്യൂ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഫംഗ്ഷൻ കോൾസ്, അത് സ്റ്റാറ്റിക് വേരിയബിൾസിന്റെ പ്രോപ്പർട്ടിയാണ്, അത് നമുക്കറിയാം. പിന്നെ രജിസ്റ്റർ വന്നിട്ട് എന്താന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ രജിസ്റ്ററിൽ പോയി സ്റ്റോർ ആകും, പക്ഷെ അതും ലോക്കലി ആക്സസിബിൾ മാത്രമാണ്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രം, ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിന്റെ പ്രോഗ്രാം നോക്കാം എങ്ങനെയൊന്ന്. ഓക്കെ, ഇപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലോക്കൽ വേരിയബിൾസ് ആണല്ലോ, ഓട്ടോ വേരിയബിൾസ് ആണ്. സോ ഓട്ടോ വന്നിട്ട് ലോക്കൽ വേരിയബിൾസ് നമ്മൾ ഓട്ടോ വേരിയബിൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓട്ടോ പറഞ്ഞ കീവേഡ് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും അത് ഓട്ടോ വേരിയബിൾസ് ആണ്. ഇറ്റ് വിൽ ബി ലിമിറ്റഡ് വിത്തിൻ ദ ബ്ലോക്ക് ആണ്. സോ ഇപ്പോൾ നമ്മളിവിടെ ഇൻറ്റ് a = 10 എന്ന് ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്തു.
ഇപ്പം ഞാൻ പ്രിന്റ് ചെയ്യുന്നു എ വാല്യൂ ഇൻക്രിമെന്റഡ് എ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. പ്രീ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് പ്രിന്റ് ആകും എന്ന് വെച്ചാൽ 11 പ്രിന്റ് ആകും എന്റെ വാല്യൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമ്മൾ എഴുതാൻ പോകണം. അതായത് ഈ ബ്ലോക്കിനും ഇവിടെ ഉള്ള ഈ ബ്രാക്കറ്റിന്റെ വെളിയുള്ളതിനും സംബന്ധം ഉണ്ടാവില്ല. കാരണം ഇത് തനി ബ്ലോക്കാണ്. സോ ദീസ് ടു വോണ്ട് ബി റിലേറ്റഡ്. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഞാൻ ഒരു എ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ എറർ വരില്ല. കാരണം ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ എറർ വരും. ഞാൻ ബ്രാക്കറ്റ് ഇട്ട കാരണം അത് പുതു ബ്ലോക്ക് ഓഫ് കോഡായിട്ട് കൺസിഡർ ചെയ്തിട്ട് പുതിയതായിട്ട് എ പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിന് 20 പറഞ്ഞ വാല്യൂ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ലൂപ്പ് ഉണ്ട്. ലൂപ്സ് എന്താന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഇവിടെ ജസ്റ്റ് ഞാൻ പറയാം എന്താന്ന്. ലൈക്ക് 3 പ്രാവശ്യം എക്സിക്യൂട്ട് ആകും ഈ സ്റ്റേറ്റ്മെന്റ്. അതായത് 0 to 3 ലെസ് ദാൻ 3 പറയുമ്പോൾ 0 1 2. സോ 3 ടൈംസ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആകുന്നുണ്ട്. അതായത് 3 ടൈംസ് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആകും. 3 ടൈംസ് പ്രിന്റ് ഓഫ് എന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പോൾ 20 വന്നിട്ട് 3 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. കാരണം ഇവിടെ ലോക്കൽ വേരിയബിൾ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ലോക്കൽ വേരിയബിൾ പറഞ്ഞാൽ ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ ഇതിന്റെ വാല്യൂ 20 ആയിരിക്കും, 10 അല്ല. ഇതേത് ഞാൻ ഈ ബ്ലോക്കിന്റെ വെളിയിൽ എ പ്രിന്റ് ചെയ്തു എന്ന് വെച്ചാൽ 11 ആയിരിക്കും പ്രിന്റ് ആകുക. കാരണം എന്റെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്തപ്പോൾ 11 പ്രിന്റ് ആയി, പ്ലസ് ഇൻക്രിമെന്റ് ആയി. എന്റെ വാല്യൂ എഫക്റ്റ് ആകും പ്രീ ഇൻക്രിമെന്റ് ചെയ്ത. സോ അത് 11 ആയി കഴിഞ്ഞു എന്റെ വാല്യൂ. സോ ഇവിടെ 11 ആയിരിക്കും പ്രിന്റ് ചെയ്യുക. 20യുടെ സ്കോപ്പ് കഴിഞ്ഞു. 20യുടെ സ്കോപ്പ് വന്നിട്ട് ലോക്കൽ ഓട്ടോ വേരിയബിൾ ആയ കാരണം ബ്ലോക്കിന്റെ ഉള്ളിൽ മാത്രമേ സ്കോപ്പ് ഉള്ളൂ. അതായത് ഈ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഉള്ളിൽ എന്ത് നമ്മൾ പ്രിന്റ് ചെയ്താലും എന്റെ വാല്യൂ 20 ആയിരിക്കും. പക്ഷെ അതിന്റെ വെളിയിൽ വന്നോന്ന് വെച്ചാൽ അത് നോക്കും ഇവിടെ വേറെ എന്തെങ്കിലും എ വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കും. ഈ വെളിയിലുള്ള സ്കോപ്പിൽ. സോ 10 ഉള്ള കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തു. സോ 11 ആണ് ഇവിടെ പ്രിന്റ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കിയാൽ യെസ്, ഫസ്റ്റ് നമ്മൾ ++a പ്രിന്റ് ചെയ്തു. അപ്പോൾ 10 ++10 എന്ന് വെച്ചാൽ 11 വരും. പിന്നെ ഉള്ളിലുള്ള പ്രിന്റ് ഓഫ് നോക്കിയാൽ 3 പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ആകുന്നുണ്ട്. സോ 20 വന്നിട്ട് 3 പ്രാവശ്യം പ്രിന്റ് ആയി. കാരണം 20 ആണ് അവിടുത്തെ ലോക്കൽ വേരിയബിൾ. അത് കഴിഞ്ഞിട്ട് വെളിയിൽ എ പ്രിന്റ് ചെയ്യുമ്പോൾ ഓൾറെഡി എ വാല്യൂ ഇൻക്രിമെന്റഡ് ആയി. അപ്പോൾ 11 പ്രിന്റ് ആകും. സോ ഇതാണ് ഓട്ടോ സ്റ്റോറേജ് ക്ലാസിന്റെ ഫങ്ഷനാലിറ്റി. ഇപ്പൊ സ്റ്റാറ്റിക് എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ലൂപ്പ് ഇടുന്നുണ്ട്. ലൂപ്പ് ഇട്ടിട്ട് 3 പ്രാവശ്യം ആ ലൂപ്പ് എക്സിക്യൂട്ട് ആകും. അവിടെ ഞാനൊരു ഫംഗ്ഷൻ കോൾ കൊടുക്കുന്നു. ഫംഗ്ഷൻ കോളും ലൂപ്സും ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നുണ്ട്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാനിവിടെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ഈ ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മെയിൻ ഫംഗ്ഷന്റെ മേലെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സം എന്നുള്ള ഫംഗ്ഷൻ ഇത് വന്നിട്ട് ഒന്നും റിട്ടേൺ ചെയ്യില്ല. ജസ്റ്റ് വോയിഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഒന്നും റിട്ടേൺ ചെയ്യില്ല. ഈ സം പറഞ്ഞ ഫംഗ്ഷനെ ഞാൻ 3 പ്രാവശ്യം ഇവിടെ കോൾ ചെയ്തു ലൂപ്പിൽ വെച്ചിട്ട്. അപ്പൊ എന്താകും നോക്കാം. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ 2 സ്റ്റാറ്റിക് വേരിയബിൾസ് ഉണ്ട്. എ വന്ന് 10, ബി വന്ന് 24. ഞാനിവിടെ എന്റെയും ബിന്റെയും വാല്യൂ ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് പ്രിന്റ് ആകുമെന്ന് വെച്ചാൽ 10ഉം 24ഉം പ്രിന്റ് ആകും. പിന്നെ ഞാൻ 2 വാല്യൂവും ഞാൻ ഇൻക്രിമെന്റ് ചെയ്തു. സോ 11 ആയി, 23 ആയി, 25 ആയി. 11 and 25. അടുത്ത പ്രാവശ്യം ഞാൻ കോൾ ചെയ്യുമ്പോൾ എന്റെയും ബിന്റെയും വാല്യൂ 10ഉം 24ഉം ആയിരിക്കില്ല. നമ്മൾ ലോക്കൽ വേരിയബിൾ ആണെങ്കിൽ അത് ഉള്ളിലുള്ള സ്കോപ്പ് നോക്കിയിട്ട് അത് ചെയ്യും. പക്ഷെ സ്റ്റാറ്റിക് വേരിയബിൾ ആയ കാരണം ലാസ്റ്റ് ആയിട്ട് എന്ത് വാല്യൂ അതിന് വന്നോ, ഇൻക്രിമെന്റഡോ ഡിക്രിമെന്റ് ആയ ലാസ്റ്റ് ആയിട്ട് വന്ന വാല്യൂ ആണ് അത് സ്റ്റോർ ചെയ്യുക. അപ്പൊ ഞാനത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ നോക്കുമ്പോൾ നമുക്കറിയാം 10ഉം 24ഉം പ്രിന്റ് ആയി. പിന്നെ സെക്കൻഡ് ടൈം കോൾ ചെയ്യുമ്പോൾ ഇൻക്രിമെന്റ് ഫസ്റ്റ് ഫംഗ്ഷൻ കോളിൽ എ ബി വാല്യൂ ഇൻക്രിമെന്റ് ആയിട്ടുണ്ട്. സോ ഇത് കണക്കാക്കില്ല. എയും ബിയും വാല്യൂ വന്നിട്ട് ഇൻക്രിമെന്റഡ് ആയ വാല്യൂവേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് പ്രിന്റ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നു. സോ 11 വിൽ ബിക്കം 12, 25 വന്നിട്ട് 26 ആകും. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ കോൾ, അതായത് തേർഡ് ഫംഗ്ഷൻ കോൾ അപ്പോൾ വാല്യൂ വന്നിട്ട് 12ഉം 26ഉം ആണ് പ്രിന്റ് ആകുക. അതിന്റെ കൂടെ നമ്മൾ പിന്നെയും ഇൻക്രിമെന്റ് ചെയ്യേണ്ടത് 13ഉം 27ഉം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൾ ചെയ്യില്ല, 3 പ്രാവശ്യത്തോടെ നിർത്തി. അതുകൊണ്ട് 13ഉം 27ഉം പ്രിന്റ് ആകില്ല. സോ ഇതാണ് സ്റ്റാറ്റിക് വേരിയബിൾസ് ആൻഡ് സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസിന്റെ ഫങ്ഷനാലിറ്റി. ഓക്കെ, നമ്മളിപ്പോൾ രജിസ്റ്റർ എന്താന്ന് നോക്കാം. സോ രജിസ്റ്റർ വന്നിട്ട് രജിസ്റ്റർ കീവേഡ് നമ്മൾ യൂസ് ചെയ്യണം. രജിസ്റ്റർ വേരിയബിൾസ് ആണെങ്കിലും മെത്തേഡ്സ് ആണെങ്കിലും നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ രജിസ്റ്റർ കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. സോ ഇവിടെ ഞാൻ എ പറഞ്ഞിട്ട് ഒരു രജിസ്റ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിന് വാല്യൂ 10 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഈ എ വേരിയബിളിന്റെ
മെമ്മറി വന്നിട്ട് കമ്പ്യൂട്ടർ CPU രജിസ്റ്ററിൽ പോയിട്ട് സ്റ്റോർ ആയിട്ടുണ്ടാകും. ഞാൻ എന്റെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കാം എന്താ വരണം എന്നുള്ളത്. സോ ഇറ്റ് ഇസ് 10 എന്ന് പ്രിന്റ് ആകുന്നുണ്ട്. ഞാനിപ്പോൾ എന്റെ അഡ്രസ് നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കാം. ജനറലി നമ്മൾ ഒരു വേരിയബിൾ, ലോക്കൽ വേരിയബിൾ, ഓട്ടോ വേരിയബിളിന്റെ അഡ്രസ് പ്രിന്റ് ചെയ്താൽ നമുക്ക് കിട്ടും അഡ്രസ്സ്. പക്ഷെ ഇതിലെന്താന്ന് നോക്കാം. ഇവിടെ കമ്പൈൽ ടൈം എറർ വേണ്ട, കമ്പൈൽ ആകണില്ല പ്രോഗ്രാം. ഞാനിപ്പോ കമ്പൈൽ മാത്രം ചെയ്ത് നോക്കാം. കമ്പൈൽ ആകുന്നില്ല. കാരണം ഇത് രജിസ്റ്ററിൽ CPU രജിസ്റ്റർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് CPU രജിസ്റ്ററിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് വാല്യൂ, അഡ്രസ്സ്. ഈ എ പറഞ്ഞ വാല്യൂ ഉണ്ട്, എ പറഞ്ഞ വേരിയബിളിന്റെ അഡ്രസ്സ് വന്നിട്ട് CPU രജിസ്റ്ററിൽ ഉണ്ടാവും. കാരണം നമുക്ക് CPU രജിസ്റ്റർ ആക്സസ് ചെയ്യാൻ പറ്റാത്ത കാരണം ഇവിടെ കമ്പൈൽ ടൈം എറർ കാണിക്കും. സോ അത് ഒരു പ്രോബ്ലമാണ്. രജിസ്റ്റർ യൂസ് ചെയ്തോ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എക്സ്റ്റേൺ. സോ എക്സ്റ്റേൺ എന്താന്ന് വെച്ചാൽ എക്സ്റ്റേൺ കീവേഡ് നമ്മൾ അഗൈൻ യൂസ് ചെയ്യാം. ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ ചെയ്യണം എന്നില്ല. ഇത് വന്നിട്ട് ഗ്ലോബലി കൂടെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഗ്ലോബലി ഇൻ ദ സെൻസ് അബവ് മെയിൻ, അല്ലെങ്കിൽ ഇവിടെ ദിസ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എക്സ്റ്റേണൽ ലിങ്ക്. കാരണം മെയിനിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത കാരണം ഒരു എക്സ്റ്റേണൽ ലിങ്ക് ഉണ്ടാവുമെന്ന് അറിയും. സോ ഇത് പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ, ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. സോ ഇവിടെ ഞാൻ എ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന് ഞാൻ വാല്യൂ ഉള്ളിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ആക്ച്വലി നോക്കിയാൽ നമുക്ക് ഗാർബേജ് വാല്യൂന് പ്രിന്റ് ആകണ്ടേ, പക്ഷെ നമുക്ക് പ്രിന്റ് ആകുന്ന വാല്യൂ 20 ആയിരിക്കും. കാരണം ഇത് എക്സ്റ്റേൺ വേരിയബിൾ ആയ കാരണം ഫുൾ പ്രോഗ്രാമിൽ അത് ചെക്ക് ചെയ്യും. എവിടെയെങ്കിലും എ പറഞ്ഞ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. സോ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇനീഷ്യലൈസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 20 വാല്യൂ ഇവിടെ പാസ് ആയിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യും. സോ ഇത് പ്രിന്റ് ചെയ്ത് നോക്കാം. 20 വന്നു. സോ ഇതാണ് എക്സ്റ്റേൺ സ്റ്റോറേജ് ക്ലാസ്. ഇപ്പോൾ എറേഴ്സ് ഇൻ സിയിൽ 5 ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ സിൻടാക്സ് എറേഴ്സ്, റൺ ടൈം എറേഴ്സ്, ലോജിക്കൽ എറേഴ്സ്, സിമാൻറ്റിക് എറേഴ്സ് ആൻഡ് ലിങ്കർ എറേഴ്സ്. ഈ 5 എറേഴ്സ് നമ്മൾ പ്രോഗ്രാമിൽ എങ്ങനെ വരുന്നു നോക്കാം. ഇപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, എ ഈക്വൽ ടു 10. ഞാനിതിനെ പ്രിന്റ് ചെയ്തു. ഞാൻ പ്രിന്റ് ചെയ്തു, സേവ് ചെയ്തിട്ട് ഞാൻ പ്രിന്റ് ചെയ്തു എന്ന് വെച്ചാൽ കമ്പൈൽ ആകില്ല. ഇവിടെ എന്താണ് പറയണമെന്ന് വെച്ചാൽ ഇൻ ഫംഗ്ഷൻ മെയിൻ എക്സ്പെക്റ്റഡ് എ കമ ഓർ സെമിക്കോളൻ ബിഫോർ പ്രിന്റ് എഫ്. അതുവേ നമുക്ക് പോയിന്റ് ചെയ്ത് കാണിക്കേണ്ട എന്താ എറർ എന്നുള്ളത്. സിയിൽ എല്ലാം ഒരു ഏത് സ്റ്റേറ്റ്മെന്റ് എടുത്താലും അതിന്റെ എൻഡ് നമ്മൾ എങ്ങനെ നോക്കാന്ന് വെച്ചാൽ ഒരു സെമിക്കോളൻ വെച്ചിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എൻഡ് ചെയ്യുക. സോ സെമിക്കോളൻ ഇല്ലാതെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യാൻ പറ്റില്ല. അത് കമ്പൈൽ ടൈം എറർ ആയിട്ട് കാണിക്കും. സോ ഇതാണ് ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഒരു എറർ മോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത്. സോ ഇവിടെ ബിഫോർ പ്രിന്റ് എഫ് എന്ന് പറയുമ്പോൾ എനെ നമ്മൾ ഇന്നും എൻഡ് ചെയ്തിട്ടില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വിചാരിക്കും. ഇൻറ്റ് എ ഈക്വൽ ടു 10 ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രിന്റ് എഫ് ചെയ്യണമെന്ന് വിചാരിക്കും. സോ അത് തെറ്റാണ്. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എൻഡ് ചെയ്യാൻ നമ്മൾ സെമിക്കോളൻ കൊടുക്കണം. സോ അത് കൊടുത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. പിന്നെ ഇപ്പം ഞാൻ ഇവിടെ എ കൊടുത്തു എന്ന് വെക്കാം. ഇപ്പം ഞാൻ ഡേറ്റ ടൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പം അത് കമ്പൈൽ ആകും നോക്കാം. വന്നില്ല. എ അൺഡിക്ലെയർഡ്, അതായത് ഡിക്ലറേഷനെ ഞാൻ ചെയ്യാതെ ഞാൻ പ്രിന്റ് ചെയ്യണം. ഇനീഷ്യലൈസ് ചെയ്തു ബട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു വേരിയബിൾ അറ്റ്ലീസ്റ്റ് 1 ടൈം ഒരു പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് കമ്പൈൽ ടൈം എറർ ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ഞാൻ ഇൻറ്റ് എ കൊടുത്തു എന്ന് വെച്ചാൽ ആ എറർ മാറും. സോ ഡിക്ലറേഷനും ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇപ്പോൾ ഈ ബ്രാക്കറ്റ് എന്തെങ്കിലും മിസ്സിംഗ് ആണ്, ലൈക്ക് ഒരു ബ്ലോക്ക് ഓഫ് കോഡിൽ വന്നിട്ട് ഓപ്പൺ ബ്രേസും ക്ലോസ് ബ്രേസും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ് ബ്രേസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഓപ്പൺ ബ്രേസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ വർക്ക് ആകില്ല. എക്സ്പെക്റ്റഡ് ഡിക്ലറേഷൻ ഓർ സ്റ്റേറ്റ്മെന്റ് അറ്റ് എൻഡ് ഓഫ് ഇൻപുട്ട് എന്ന് വെച്ചാൽ ഇത് എൻഡ് ആയിട്ടില്ല എന്ന് അർത്ഥം. അതായത് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എപ്പോൾ എൻഡ് ആകും എന്ന് വെച്ചാൽ ഒരു ക്ലോസ് ബ്രേസ് കൊടുക്കണം. ഇപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്താൽ
സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ആകും. ഇതേത് ഞാൻ സ്റ്റാർട്ടിംഗ് ബ്രേസ് ഓപ്പൺ ബ്രേസ് കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത അഗെയിൻ എക്സ്പെക്റ്റഡ് പാരാമീറ്റർ ഇത് ഫുള്ളായിട്ട് എറർ വരും. ലൈക്ക് ഓപ്പൺ ബ്രേസ് ഇല്ലാതെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഫംഗ്ഷനെ നമ്മൾ ഉള്ളിൽ ഓപ്പൺ ബ്രേസ് കൊടുക്കാതെ നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ഓപ്പൺ ബ്രേസ് കൊടുക്കണം. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന സിൻടാക്സ് എറേഴ്സ്. പിന്നെ റൺ ടൈം എറർ എന്താന്ന് നോക്കാം. ഇപ്പോൾ സംടൈംസ് കമ്പൈലേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കും. നമുക്ക് അറിയില്ല, കമ്പൈലേഷനിൽ മാത്രമേ എറർ സിൻടാക്സ് എറർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കമ്പൈലേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കും. എക്സിക്യൂഷനിൽ എറർ എപ്പോൾ വരണമെന്ന് വെച്ചാൽ നമ്മൾ റൺ ടൈമിലാണ് വരിക. സോ രണ്ട് തിങ്സ് നമ്മൾ മെയിനായിട്ട് ചെയ്യും. ഒന്ന് കമ്പൈലേഷൻ, ഒന്ന് എക്സിക്യൂഷൻ. കമ്പൈൽ ചെയ്യുമ്പോൾ കമ്പൈലേഷൻ എറർ വരും, റൺ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ എറർ വരും. കമ്പൈലേഷൻ സക്സസ്ഫുൾ ആയിട്ട് പിന്നെ നമുക്ക് റൺ ടൈം എറർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് കഷ്ടമാണ് റൺ ടൈം എറർ കണ്ടുപിടിക്കാൻ. കാരണം റൺ ടൈം എററിൽ പോയിന്റ് ചെയ്യില്ല. ഇപ്പം നമ്മൾ പ്രിന്റ് എഫിന് മുമ്പ് സെമിക്കോളൻ വെച്ചിട്ടില്ല എന്നുള്ളത് കമ്പൈലർ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചു, കാരണം അത് കമ്പൈൽ ടൈം എററാണ്. ഇതേത് നമ്മൾ റൺ ടൈം എററിൽ നോക്കിയാൽ അത് പോയിന്റ് ഔട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് കാണിക്കില്ല. സോ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഡിവൈഡഡ് ബൈ 0 പറഞ്ഞ ഒരു എറർ ഉണ്ട്. അതായത് ഇപ്പം ഞാൻ ഇൻറ്റ് a equal to 10 printf percentage d comma a അതായത് 10 ഡിവൈഡഡ് ബൈ 0. അത് നമുക്കറിയാം ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന്. സോ ഇത് നമ്മൾ പ്രിന്റ് ചെയ്തെന്ന് വെച്ചാൽ കമ്പൈലേഷൻ സക്സസ്ഫുൾ ആയി, പക്ഷെ ഒന്നും പ്രിന്റ് ആയില്ല. കമ്പൈലേഷൻ സക്സസ്ഫുൾ ആയിട്ട് വന്നു, പക്ഷെ അവിടെ വാർണിംഗ് കാണിക്കുന്നുണ്ട് ഡിവിഷൻ ബൈ 0 എററിന്. പക്ഷെ റൺ ആയപ്പോൾ എക്സിക്യൂട്ട് ആയി, പക്ഷെ ഒരു ഔട്ട്പുട്ട് നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് നമുക്ക് വന്നില്ല. സോ ഇതാണ് റൺ ടൈം എറർ. സോ ഡിവൈഡ് ബൈ 0 നമുക്ക് എപ്പോഴുമേ ചെയ്യാൻ പറ്റില്ല. ഇതല്ലാതെ അറേയിലൊക്കെ വരും, അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എറർ. അതായത് ഇപ്പോൾ അറേയിൽ 4 എലിമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ 5 എലിമെന്റ്സിനെ പ്രിന്റ് ചെയ്യാൻ നോക്കിയെന്ന് വെച്ചാൽ അത് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്, അതായത് ഇല്ലാത്ത എലിമെന്റിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുന്ന പോലെ. സോ അങ്ങനത്തെയൊക്കെ നോക്കിയാൽ അതൊക്കെ റൺ ടൈം എറർ ആയിരിക്കും. ഇപ്പം കമ്പൈലേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കും. സോ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടമായിരിക്കും വലിയ പ്രോഗ്രാംസ് നോക്കുമ്പോൾ. അടുത്തത് ലോജിക്കൽ എറർ. ലോജിക്കൽ എറർ എന്താ വെച്ചാൽ ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ടേ ആയിരിക്കില്ല നമുക്ക് കിട്ടാൻ പോണത്. ലൈക്ക് ഇപ്പോൾ ഓക്കെ, ഇൻറ്റ് a ഈക്വൽ ടു 10 int I comma sum equal to 0. അതായത് ഞാനിപ്പോൾ 10 വേണ്ട, ഞാൻ ഫസ്റ്റ് 5 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. I equal to 0, I less than 5, I plus plus. Okay, sum plus equal to I. printf percentage d sum. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുമ്പോൾ 0 to the total number of elements, അതായത് ഫസ്റ്റ് 5 എലിമെന്റ്സ് 0, 1, 2, 3, 4 ഈ 5 എലിമെന്റ്സിൻ്റെയും, അല്ലെങ്കിൽ നമ്മൾ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം, അതായിരിക്കും ഈസി. യെസ്, അതായത് 1, 2, 3, 4, 5 ഈ 5 നമ്പേഴ്സിൻ്റെയും സം കണ്ടുപിടിക്കാൻ പോകണം. ഇപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ ഇത് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് സം കിട്ടും, 15 കിട്ടും. ഇപ്പോൾ ഞാനിവിടെ ഒരു ലൈക്ക് ലോജിക്കലി ഞാനൊരു എറർ ചെയ്യാൻ പോകണം. കാരണം ഞാനിവിടെ സെമി കോളൻ ഇട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒவ்வொரு സ്റ്റേറ്റ്മെന്റും എൻഡ് ചെയ്യുമ്പോൾ സെമി കോളൻ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഫോർ ലൂപ്പിൽ നമ്മൾ സെമി കോളൻ യൂസ് ചെയ്യില്ല, കാരണം ഫോർ ലൂപ്പ് ഇവിടെ തീർന്നിട്ടില്ല, ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇവിടെയാണ് തീർന്നത്. അപ്പോൾ നമ്മൾ ജനറലി ഫോർ ലൂപ്പിന് സെമി കോളൻ ഇടില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർ ലൂപ്പിന്റെ എൻഡ്. പക്ഷെ ഞാനിവിടെ സെമി കോളൻ ഇട്ടു, അറിയാതെ എനിക്ക് ലോജിക്കൽ പ്രോബ്ലംസ് ഒന്നും ഞാൻ ഇട്ടു എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ 15 ആണ്, പക്ഷെ നമുക്ക് 6 ആണ് കിട്ടുന്നത്. കാരണം ഗാർബേജ് വാല്യൂ ഒബ്വിയസ്ലി. സം പ്ലസ് ഈക്വൽ ടു 1, അതായത് 1 ഐ വാല്യൂ 1 ആണ്. സോ 0 + 1 1 വരണം.
പക്ഷെ ഗാർബേജ് വാല്യൂ വന്നു. കാരണം ഇവിടെ ലോജിക്കലി ഞാനൊരു എറർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ലോജിക്കൽ എറേഴ്സ് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്സ് വരുമ്പോൾ ലോജിക്കൽ എറർ ആയിരിക്കും. പ്രോഗ്രാം എറർ ഫ്രീ ആയിരിക്കും. ആക്ച്വലി ഇത് പോസിബിൾ ആണ്. ഫോർ ലൂപ്പ് ഇവിടെ സെമിക്കോളൻ ഇട്ട് ചില സ്ഥലം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ബട്ട് പ്രോഗ്രാം എറർ ഫ്രീ ആണ്. പക്ഷെ ലോജിക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ പോണ പ്രോബ്ലമിന്റെ സൊല്യൂഷൻ വന്നിട്ട് ഇതല്ല. ഇവിടെ സെമിക്കോളൻ ഇട്ടാ ആ ലോജിക് തെറ്റാണ്. സോ സെമിക്കോളൻ എടുത്തിട്ട് വേണം നമ്മൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ. പിന്നെ ഉള്ളത് സിമാൻറ്റിക് എറേഴ്സ്. സിമാൻറ്റിക് എറേഴ്സ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് ഈ ഉള്ളിൽ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് കമ്പൈലറിന് മനസ്സിലായില്ലെങ്കിൽ അത് സിമാൻറ്റിക് എററിന് നമുക്കറിയും. ഇപ്പോൾ ഇൻറ്റ് എ കമ ബി അല്ലെങ്കിൽ എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 2 സി ഈക്വൽ ടു 3 3 വേരിയബിൾസ് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എനെയും ബിനെയും ആഡ് ചെയ്ത് ഞാൻ സിയിൽ ഇടണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുക്കും. അതായത് സിന്റെ വാല്യൂവിനെ വന്നിട്ട് അല്ലെങ്കിൽ സിയുടെ വാല്യൂ ഉണ്ടാവും. ഓക്കെ, അതായത് രണ്ട് വേരിയബിൾസ് 1ഉം 2ഉം ഉണ്ട്. ഇതിന് രണ്ടിനും ആഡ് ചെയ്തിട്ട് ഞാൻ സിയിൽ ഇടണം. അപ്പോൾ ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ %d കമ സി പ്രിന്റ് ചെയ്താൽ എനിക്ക് 3 കിട്ടണം. യെസ്, 3 കിട്ടി. അതായത് എനെയും ബിനെയും ആഡ് ചെയ്ത് ഞാൻ സിയിൽ സ്റ്റോർ ചെയ്ത് സിനെ പ്രിന്റ് ചെയ്തപ്പോൾ എനിക്ക് 3 കിട്ടി. ഇപ്പൊ ഇതേത് സിമാൻറ്റിക് എറർ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മൾ യൂഷ്വലി ചെയ്യാവുന്നതാണ്. അതായത് എനെയും ബിനെയും ആഡ് ചെയ്ത് സിയിൽ സ്റ്റോർ ചെയ്തു. ലൈക്ക് ഓപ്പോസിറ്റാ നമ്മൾ ചെയ്തു എന്ന് വെച്ചാൽ ഇത് കമ്പൈലറിന് മനസ്സിലാവില്ല, എന്താ ചെയ്യണമെന്നേ മനസ്സിലാവില്ല. സോ അവിടെ ഒരു എറർ കാണിക്കും. വാല്യൂ റിക്വയർഡ് ആസ് ലെഫ്റ്റ് ഓപ്പറൻഡ് ഓഫ് അസൈൻമെന്റ് എന്ന് വെച്ചാൽ എൽ വാല്യൂ, അതായത് ലെഫ്റ്റ് ഓപ്പറൻഡ് വാല്യൂ ആണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. അതിനാണ് നമ്മൾ അസൈൻ ചെയ്യാൻ പോണത്. സോ ഇങ്ങനെ കൊടുത്താലേ കമ്പൈലറിന് മനസ്സിലാവുള്ളൂ. സോ ഇതൊക്കെയാണ് സിമാൻറ്റിക് എറേഴ്സ്. സിമാൻറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ നമുക്ക് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് കമ്പൈലറിന് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് സിമാൻറ്റിക് എറർ ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ലിങ്കർ എറർ പറഞ്ഞിട്ട് ഒരു എറർ ഉണ്ട്. ലിങ്കർ എന്താന്ന് വെച്ചാൽ കമ്പൈലേഷൻ ആൻഡ് എക്സിക്യൂഷൻ, അതായത് കമ്പൈലും റണ്ണും ചെയ്യുന്നതിന് നടുവിൽ ഒരു ലിങ്കർ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് കമ്പൈലർ വന്ന് എന്ത് ചെയ്യും? നമുക്ക് സോഴ്സ് കോഡിനെ കമ്പൈൽ ചെയ്ത് തരും. ലിങ്കർ വന്നിട്ട് അതിനെ എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എക്സിക്യൂഷൻ നടക്കും. എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് കൺവേർട്ട് ചെയ്താലേ നമുക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, റൺ ചെയ്യാൻ പറ്റുള്ളൂ. റൺ ചെയ്താൽ നമുക്ക് ബൈറ്റ് കോഡ് കിട്ടും. അപ്പോൾ ഈ ലിങ്കർ നടുവിൽ എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് മാറ്റണം. അത് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അത് ലിങ്കർ എറർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതിനൊരു എക്സാമ്പിൾ നോക്കിയാൽ ഇപ്പോൾ ഇത് കറക്റ്റ് ആണ് പ്രോഗ്രാം. ഇപ്പോൾ ഞാനിവിടെ മെയിനിന് സ്മോൾ എം ആണ് ആക്ച്വലി മെയിൻ ഫംഗ്ഷൻ ഡീഫോൾട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇതിന് ഞാൻ ക്യാപിറ്റൽ എം കൊടുത്തു. അത് ലിങ്കറിനോ അല്ലെങ്കിൽ കമ്പൈലറിനോ അറിയണ്ടോ എന്ന് നോക്കാം. ID returned 1 exit status, അതായത് അൺഡിഫൈൻഡ് റെഫറൻസ് ടു വെൻ മെയിൻ, അതായത് മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതായത് ക്യാപിറ്റൽ എമ്മിലുള്ള മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. അവർ കമ്പൈലറിന് സ്മോൾ എമ്മേ അറിയുള്ളൂ, ലിങ്കറിന് അറിയില്ല. സോ ലിങ്കറിന് എക്സിക്യൂട്ടബിൾ ഫയൽ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു എറർ കാണിക്കും. ഇതൊരു പോസിബിലിറ്റി ആണ്. അല്ലെങ്കിൽ റോങ് ഹെഡർ ഫയൽ കൊടുക്കും. അപ്പം ഞാൻ ഡി മിസ്സാക്കി, stdio. ഇങ്ങനെ ഒരു ഹെഡർ ഫയൽ ഉണ്ടാവില്ല. stdio.h ഒരു ഹെഡർ ഫയൽ ഉണ്ടാവില്ല. ഞാൻ ഇതിനെ എക്സിക്യൂട്ട് ചെയ്തെന്ന് വെച്ചാൽ അഗൈൻ കമ്പൈലേഷൻ ടെർമിനേറ്റർ, കമ്പൈൽ ചെയ്യാൻ പറ്റിയില്ല, ലിങ്കർ ഫെയിൽ ആയി, എക്സിക്യൂട്ടബിൾ ഫയൽ ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഇതൊക്കെയാണ് ലിങ്കർ എറേഴ്സ്. സോ 5 ടൈപ്സ് ഓഫ് എറേഴ്സ്. സിൻടാക്സ് നോക്കി, കമ്പൈലേഷൻ ടൈമിൽ പറഞ്ഞത്, റൺ ടൈമിൽ പറഞ്ഞത് റൺ ടൈം എറേഴ്സ്. ലോജിക്കൽ എറർ വന്നിട്ട് ലോജിക്കലി ആ പ്രോബ്ലം സോൾവിങ്ങിന് ആ ലോജിക് പർട്ടിക്കുലർ ആയിട്ട് സൂട്ട് ആയിട്ടില്ല. സോ അത് ലോജിക്കൽ എറർ ആയിരിക്കും, അൺഎക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് വരും. സിമാൻറ്റിക് എറർ എന്ന് വെച്ചാൽ കമ്പൈലറിന് മനസ്സിലാവാത്ത കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകും. ലിങ്കർ എറർ എന്ന് വെച്ചാൽ ലിങ്കർ വന്നിട്ട് എക്സിക്യൂട്ടബിൾ ഫയൽ ജനറേറ്റ് ചെയ്യാൻ അതിന് പറ്റിയിട്ടില്ല. അതുകൊണ്ട് അത് ലിങ്കർ എറർ കാണിക്കും. So that's it for this video. Thank you.